കേൾക്കാവോ? Good afternoon. Good afternoon. Yes, സ്ക്രീൻ വന്നോ? yes, ഫണ്ടമെൻ്റൽ അനാലിസിസ്. on stop. ഓക്കെ. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ പഠിക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ നീരജ് ബ്രോ തുടങ്ങി വെച്ചിട്ടുണ്ട്. പുള്ളി അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് വളരെ ചില സ്കോറുകൾ മാത്രം, ഒന്ന് രണ്ട് സ്കോർസ് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് പിയോട്രോസ്കി സ്കോർ. നമ്മളിതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്കോറാണ് പിയോട്രോസ്കി സ്കോർ. അപ്പോൾ നമ്മൾ സ്ക്രീനറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ യൂഷ്വലി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് എഡിറ്റ് റേഷ്യോസ് ആഡ് ചെയ്യാൻ കൊടുക്കാൻ ഇവിടെ പിയോട്രോസ്കി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും, ഈ ഒരു സ്കോർ വരും. ഈ ഒരു സ്കോർ ഈ ഒരു സ്റ്റോക്കിന് നോക്കിക്കഴിഞ്ഞാൽ 6 കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പിയോട്രോസ്കി സ്കോർ ബേസിക്കലി ഒരു ഫൈനാൻഷ്യൽ മെട്രിക്സ് ആണ്. ഇത് ഒരു സ്റ്റോക്കിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ്, ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുന്നത്. ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്. ഫൈനാൻഷ്യൽ റേഷ്യോസ് നോക്കുക, ഇത് ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, വാല്യുവേഷൻ റേഷ്യോ, ലിവറേജ് റേഷ്യോ, അങ്ങനെ ഫൈനാൻഷ്യൽ റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതൊക്കെ ഫൈനാൻഷ്യൽ റേഷ്യോയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ ഇത് ROE, ROCA ഇതെല്ലാം ഫൈനാൻഷ്യൽ റിലേറ്റഡ്. കാര്യം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ മാർജിൻ, എബിറ്റ, മാർജിൻ ഗ്രോത്ത്, ഇതെല്ലാം നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്കോർസിൻ്റെ ഒരു റാങ്കിങ് ആണ് ഇതിനകത്ത് പെട്രോസ്കി സ്കോറിനകത്ത് കാണിക്കുന്നത്. അത് അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ക്വാളിറ്റിയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാല്യൂ, ഒരു റാങ്ക് കൊണ്ടുവരുന്നു. അതാണ് പെട്രോസ്കി സ്കോർ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോസഫ് പിയോട്രോസ്കി എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊരു മെട്രിക്സ് യൂസ് ടു അസസ് ദ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് കമ്പനി ബേസ്ഡ് ഓൺ ദിസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 9 അക്കൗണ്ടിങ് ബേസിസ് ക്രൈറ്റീരിയ. 9 ക്രൈറ്റീരിയ വെച്ചിട്ടാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ക്രൈറ്റീരിയയിലും പാസ്സാവുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 0, അതായത് ഒരു 1-0 സ്കോറിംഗ് ബേസിലാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ 9 ക്രൈറ്റീരിയ 3 സെക്ഷൻസ് നിന്നാണ് എടുക്കുന്നത്. അതായത് ആദ്യത്തെ 4 പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഞാൻ ഇവിടെ കാണിച്ചതാണ്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇതൊക്കെയാണ്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ 4 വാല്യൂസ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഓഫ് അസറ്റ്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ചേഞ്ച് ഇൻ റിട്ടേൺ ഓഫ് അസറ്റ്സ്, ആക്യുറൽസ്. ഇപ്പോൾ ഇത് ഹയർ ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിൽ 1 പോസിറ്റീവ് ഇൻ ദ കറണ്ട് ഇയർ, പ്രീവിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ 1 എന്ന് വരും, അല്ലെങ്കിൽ അത് 0 എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, അതും പോസിറ്റീവ് ആണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എങ്കിൽ 1 എന്ന് വരും, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ 0 എന്ന് വരും. ROE ഈസ് ഹയർ ഇൻ ദ കറണ്ട് ഇയർ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ. ഇങ്ങനെ ഇത് റിട്ടേൺ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് 1 എന്ന് കാൽക്കുലേറ്റ്, അല്ലെങ്കിൽ 0 എന്ന്. ആക്യുറസി പറയുന്നത് ഹയർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ദാൻ നെറ്റ് ഇൻകം. നെറ്റ് ഇൻകത്തേക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കൂടുതലാണെങ്കിൽ അതിന് ഇതൊരു ഫൈനാൻസ് അറിയാവുന്നവർക്ക് കൂടുതൽ അറിയായിരിക്കും. ഞാനപ്പോൾ അത് ഇൻഡെപ്ത് തന്നെ അതും പോകുന്നില്ല. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അസറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈസ് ഹയർ ROE ഇൻ ദ കറണ്ട് ഇയർ, അതർവൈസ് 0. അപ്പോൾ പ്രീവിയസ് ഇയറിനെ അനുസരിച്ച് ഈ റേഷ്യോ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനൊരു പോയിൻ്റ് ഇടും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടി പകരം നമ്മൾ ഈ പിയോട്രോസ്കി സ്കോർ സ്ക്രീനിൽ ഡയറക്റ്റ് ഇടുവാൻ നമുക്ക് അതിൻ്റെ സ്കോർ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ചേഞ്ച് ഇൻ ലിവറേജ്, ലിക്വിഡിറ്റി സ്കോർ ഇതുണ്ട്, ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസിനകത്ത് ചേഞ്ച് ഇൻ ലിവറേജ്, ലോങ് ടേം റേഷ്യോ, ചേഞ്ച് ഇൻ കറണ്ട് റേഷ്യോ, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽസ് പഠിക്കുമ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് വരുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസ് ബേസിക്കലി
financial metric used to assess company's ability to meet its short-term financial obligations and ability to convert its assets into cash quickly without significant loss in value. അതായത് കമ്പനിയുടെ ഒരു ലയബിലിറ്റിയും അതിൻ്റെ ഇൻ കേസ് ഓഫ് അതിൻ്റെ ലിക്വിഡിറ്റിയിൽ ഇതിൻ്റെ അസറ്റ്സ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാനുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്തുമാണ് ഇതിനകത്ത് ലിക്വിഡിറ്റിക്കകത്ത് നോക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ലിക്വിഡിറ്റി റേഷ്യോ നോക്കുന്നത്. ലോങ് ടേം ഡെപ്റ്റ് ടു അസറ്റ്സ്, ഇഫ് വൺ ഈസ് ദ റേഷ്യോ ഇസ് ലോവർ ദിസ് ഇയർ കമ്പയർ ടു ദ പ്രീവിയസ് ഇയറെ കമ്പയർ ചെയ്തിട്ട് ആണ് ഇത് നോക്കുന്നത്. ഇത് ചേഞ്ച് ഇൻ കറണ്ട് റേഷ്യോ എന്താണെന്നാണെങ്കിൽ നോക്കാം. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഈസ് എ ഫിനാൻഷ്യൽ റേഷ്യോ മെഷേഴ്സ് കമ്പനീസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് വിത്ത് ഇറ്റ്സ് ഷോർട്ട് ടേം അസറ്റ്സ്. അതിൻ്റെ ഷോർട്ട് ടേം അസറ്റ്സ് കൊണ്ട് ഷോർട്ട് ടേം ലയബിലിറ്റീസ് കമ്പനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അത് കറണ്ട് റേഷ്യോ ഇസ് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതായത് അതിൻ്റെ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് റെഡ്യൂസ് ആയിട്ടുണ്ട് ഹയർ ഇൻ ദ കറണ്ട് ഇയർ. ഷോർട്ട് ടൈം ലയബിലിറ്റീസ് റെഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ നിന്ന്. ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെയർസ് അഡീഷണൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ, അഡീഷണൽ ഷെയർ ഇഷ്യൂസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. അടുത്ത വരുന്നത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. അതും ഓപ്പറേഷണൽ റേഷ്യോസ് ഉണ്ട്. അതായത് ഫിക്സഡ് അസറ്റ് ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഇതെല്ലാം അസറ്റ് ബേസ് ചെയ്തിട്ടില്ല, ഇത് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസറ്റിൽ നിന്ന് കിട്ടുന്ന ടേൺ ഓവർ, വർക്കിംഗ് ക്യാപിറ്റലിൽ ടേൺ ഓവർ എങ്ങനെ മാറുന്നു, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ, റിസീവബിൾ കിട്ടാനുള്ളതിൻ്റെ ടേൺ ഓവർ റേഷ്യോ, അതൊക്കെയാണ് ഈ ഓപ്പറേഷണൽ റേഷ്യോയ്ക്കകത്ത് വരുന്നത്. ഓപ്പറേഷൻ ചേഞ്ച് ഇൻ ഗ്രോസ് മാർജിൻ. പ്രീവിയസ് ഇയറിനൊക്കെ കറണ്ട് ഇയറിൽ ഗ്രോസ് മാർജിൻ കൂടിയിട്ടുണ്ടോ. ചേഞ്ച് ഇൻ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് നേരത്തെ കണ്ട. ചേഞ്ച് ഇൻ ഹയർ അസറ്റ് ടേൺ ഓവർ റേഷ്യോ വേണമെങ്കിൽ എന്താണെന്ന് നോക്കാം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നോക്കാം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ മീൻസ് company's efficiency to generating sales revenue relative to total assets. This indicates how efficiency company utilizes its assets to generate revenue. The formula to calculate asset is turnover is net sales divided by average total assets. അതായത് കമ്പനിയുടെ അസറ്റ്സിന് സെയിൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ്, സെയിൽസ് എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള റേഷ്യോ ആണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ വരുന്നത്. So അത് 5 means asset ratio is 5 means company is effective to generate 5 rupees from every 1 rupee in the asset. ഓരോ 1 rupee അസറ്റിനും 5 rupee ടേൺ ഓവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ കാൽക്കുലേഷൻ വരുന്നത്. ഇപ്പോൾ ചേഞ്ച് ഇൻ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹയർ ഇൻ ദ കറണ്ട് ഇയർ സ്കോർ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. ഇങ്ങനെ ഈ സ്കോർ ഈ 9 ഏരിയാസിൽ, അതായത് പ്രോഫിറ്റബിലിറ്റി, ലിവറേജ്, ലിക്വിഡിറ്റി ആൻഡ് സോഴ്സ് ഓഫ് ഫണ്ട് വരും, ഓപ്പറേഷൻ, ഇത് 3 ഏരിയാസിലും കവർ ചെയ്തിട്ടുള്ള റേഷ്യോസ് കവർ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ ആണ് പെട്രോസി സ്കോർ എന്ന് പറയുന്നത്. ഇത് കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതൊരു ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി, ഇതൊരു ലയബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി സ്റ്റെബിലിറ്റി, ഇത് 3 കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സ്കോർ അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ജോസഫ് പെട്രോസ്കി എന്ന് പറയുന്ന ആളാണ് ഇത് അറൈവ് ചെയ്ത് ആദ്യമായിട്ട്. ഇതൊരു 12 months വാല്യുവേഷൻ ചെയ്തത്, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് 12 months ആണല്ലോ. അപ്പോൾ ആ ഒരു 12 months ബേസ്ഡ് ചെയ്തിട്ടാണ് പ്രീവിയസ് ഇയറിന് കറണ്ട് ഇയറായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ പെട്രോസ്കി സ്കോർ അറൈവ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ, പ്രോഫിറ്റബിലിറ്റി, ലിവറേജ്, ഓപ്പറേഷൻ എഫിഷ്യൻസി, ഇതിനകത്ത് 3 ഏരിയയിലുള്ള ഫാക്ടേഴ്സ്, അതായത് 9 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ടെക്നിക്കൽ ഫണ്ടമെൻ്റലൂടെ കോമ്പിനേഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഒരു സ്കോറിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ
1 2 3 അപ് ടു 9 ആണ്. അതായത് 9 ഫാക്ടേഴ്സാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓരോന്നിനും 0 1 എന്ന വാല്യൂ ആണ്. അപ്പോൾ എല്ലാത്തിലും 1 കിട്ടുവാണെങ്കിൽ 9 വരെ പോവാം. അപ് ടു 1 to 3 എന്ന് പറയുന്ന ഫാക്ടേഴ്സ് മാത്രമാണ്, സ്കോർ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ആ കമ്പനി ഓൾവേസ് ഒരു ഡിക്ലൈനിങ് മോഡിലായിരിക്കും. അതായത് ഒരു 10% വരെയൊക്കെ ഡിക്ലൈനിങ് മോഡിലായിരിക്കും. 4 to 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് മോഡിലുള്ള കമ്പനി ആയിരിക്കും. അത് ഫ്യൂച്ചറിൽ കമ്പനി ഗ്രോ ആവാനുള്ള സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കമ്പനിക്ക് ഉണ്ടെന്നാണ് ആ സ്കോർ വെച്ച് പറയുന്നത്. ഇനി ഒരാൾ ഇത് വെച്ചൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടുള്ളൊരു S&P 500 US മാർക്കറ്റിലാണ്. S&P 500 വെച്ചിട്ട് പിയോട്രോസ്കി സ്കോർ 7 8 9 ഉള്ള സ്റ്റോക്കുകൾ മാത്രം എടുത്തിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഇതാണ് S&P 500ൻ്റെ റിട്ടേൺ. അതായത് 23 വർഷത്തെ റിട്ടേൺ, 2000 തൊട്ട് 2023 വരെയുള്ള ഒരു ഗ്രോത്ത് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ പിയോട്രോസ്കി 7 8 9 വെച്ചുള്ള സ്റ്റോക്കുകൾ മാത്രം ബൈ ചെയ്താൽ കിട്ടാവുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 990% ആണ് ഓവർ ദി ഇയേഴ്സ്. പക്ഷേ S&P 500ൻ്റെ ഒരു ഗ്രോത്ത് റേഷ്യോ എന്ന് പറയുന്നത് 220 മാത്രമായിരുന്നു. അപ്പം F1 F2 F3 ഫൈനാൻഷ്യൽ പിയോട്രോസ്കി ഉള്ളത് അവോയ്ഡ് ചെയ്യുക, അത് സെല്ല് ചെയ്യുക. F7 8 9 ഉള്ളത് ബൈ ചെയ്ത് പോവുക. അതാണ് ആ ഒരു സ്കോറിൻ്റെ. ഈ സ്കോർ ഓരോ വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് മാറിക്കൊണ്ട്, പ്രീവിയസ് ഇയറിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് കറണ്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം അതിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പിയോട്രോസ്കി സ്കോറും മാറും. അതിനനുസരിച്ച് നമ്മൾ ബൈ ആണോ സെല്ലാണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്കോറാണത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് കാണുന്ന സ്ലൈഡുകൾക്കൊക്കെ നിങ്ങൾക്ക് പുറത്ത് കാണുന്ന സ്ലൈഡുകളായിട്ടൊക്കെ ഒരു സാമ്യം തോന്നിയേക്കാം. തികച്ചും യാദൃച്ഛികമെന്ന് ഞാൻ പറയുന്നില്ല, ഇത് കോപ്പി ചെയ്ത് തന്നെയാണ്. അപ്പം ഇത് ഓവർ ദ മാർക്കറ്റ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപ്പ് 1000 തൊട്ട് 5000, ഇതൊരു 2021-22 ഒരു റേഷ്യോസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. 1000 തൊട്ട് 5000 വരെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി വെച്ചുകൊണ്ട് പിയോട്രോസ്കി സ്കോർ 9 ഉള്ള 97 കമ്പനീസ് ഇത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. 8 ഉള്ളത് 82 കമ്പനീസ്, 7 ഉള്ള 97 കമ്പനി, ടോട്ടൽ കമ്പനി 500. അതായത് 47% കമ്പനികളിൽ 1000 തൊട്ട് 5000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള 47% കമ്പനികളിൽ അത്യാവശ്യം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കമ്പനികളാണ്. അത് 47% ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കമ്പനികൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ മാർക്കറ്റ് ക്യാപ്പ് സ്ലാബിലും നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണുന്നത്. ഇപ്പോൾ ഓവർ 100,000 വരുവാണെങ്കിൽ അതിനകത്ത് 2 കമ്പനി, ഓവർ 100,000 ഉള്ളതിനകത്ത് ടോട്ടൽ 59 കമ്പനി വരുന്നുണ്ട്. അതിൽ 2 കമ്പനി 8, 2 കമ്പനി 9, 2 കമ്പനി 9 കമ്പനി 8, 11 കമ്പനി. ഇത് ടോട്ടൽ കമ്പനീസാണ്, സോറി, ഇത് 593 ടോട്ടലായിരുന്നു. അല്ലാതെ വരുവാണെങ്കിൽ 100, 100-ന് 6 കുറവ്, 94, 8, 150, 160 കമ്പനീസിനും അടുത്തേ വരുന്നുള്ളൂ കേട്ടോ. ഇത് വരുന്നത് 7 8 9 വരുന്ന സ്കോർ. ഇത് ടോട്ടൽ നമ്പർ ഓഫ് കമ്പനീസാണ്. അപ്പോൾ ഇത് തെറ്റാവാൻ സാധ്യതയുണ്ട്, പെർസെൻറ്റേജ് ഓഫ് സ്കോർ. ഓക്കെ, അപ്പോൾ ഇതാണ് 5,000 to 15,000 വരുന്ന കമ്പനീസ്. ഇതാണ് 15,000 to 13, 30,000. ഇത് 100,000 ഓവർ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസിൻ്റെ ഒരു പിയോട്രോസ്കി സ്കോറിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അത് ഡൗട്ടുണ്ടോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, ഞാൻ ഇറങ്ങിപ്പോയെന്നാ. എല്ലാരും ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടാവും. കേൾക്കാം ജോബി. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾക്ക്. പിന്നെന്താ, ഇത് ക്ലിയർ ആണ് അത്രേ. ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ. ഓക്കെ, ഇനി സ്റ്റോക്കിൽ പോയിട്ട് സ്ക്രീനർ വന്നോ? യെസ്. സ്ക്രീനർ വന്നിട്ട് ഇവിടെ പോയിട്ട് പിയോട്രോസ്കി സ്കോർ ഗ്രേറ്റർ ദാൻ 8 ആകുമ്പോൾ 8 9 വരും. ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 5,000 ക്രോർ. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകൾ. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്യൂർ ട്രസ്റ്റി സ്കോർ 9 ആണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ 1 to 20 ഇതെല്ലാം ടൊറൻറ്റ് ഫാർമ ഇതെല്ലാം 9 ആണ്. ഇതിനകത്ത് നമുക്ക് ഓവർ വാല്യൂഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഫിൽട്ടർ ചെയ്ത് സ്റ്റോക്ക് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്ന ഇതാണ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് എക്സാമ്പിൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഓരോ വാല്യൂ എടുത്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യണം. അത് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഡയറക്റ്റ് സ്കോർ നോക്കുന്നത്. അപ്പോൾ ആ പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻറ്റൽസ് പഠിക്കുമ്പോൾ നീരജ് മറ്റെല്ലാം പഠിപ്പിക്കും, ഫൈനാൻഷ്യലെല്ലാം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പിന്നെ എക്സലിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്യൂർ ട്രസ്റ്റി സ്കോർ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമുക്ക് ചാർട്ട് നോക്കിയാലോ അല്ല സ്റ്റോക്ക് നോക്കിയാലോ ഇതിനകത്തൊന്നും നമുക്ക് മനസ്സിലാൻ പറ്റില്ല. ഇത് പ്യൂർ ഫണ്ടമെൻ്റലാണ്. ഓക്കെ, ക്ലിയർ ആണോ ടീച്ചർ? ക്ലിയർ ആണോ? വേറെ അതിനകത്ത് എക്സാമ്പിൾ കാണിക്കാൻ എനിക്കൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു 2021 ബേസ് ചെയ്തിട്ട് ആദിത്യ ബിർള ഗ്രൂപ്പുകാർ കൊടുത്ത ഒരു സ്റ്റോക്ക് ലിസ്റ്റ് പ്യൂർ ട്രസ്റ്റി ബേസ് ചെയ്തിട്ട് അവർ കോൾസ് കൊടുത്തതിൻ്റെ ഒരു ഗ്രോത്താണ് അവർ കാണിക്കുന്നത് 1 ഇയറിൽ. അപ്പോൾ അവർ കൊടുത്ത സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്. അത് ജൂലൈ 2021 അത് ബേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11% ആവറേജ് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് റേഷ്യോയിൽ അവർ പറയുന്നത് 1 ഇയറിൽ. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഇത് അന്ന് 2021 ടൈമിൽ പ്യൂർ ട്രസ്റ്റി സ്കോർ 9 ഉണ്ടായിരുന്ന കമ്പനികളാണിത്. കോൾ ഇന്ത്യ, വരുൺ ബീവറേജ്, PI, ഓയിൽ ഇന്ത്യ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5ഉം 6ഉം ഒക്കെയാണ്, ചിലപ്പോൾ 4ഉം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഓവർ ദ ഫൈനാൻഷ്യൽ ഇയർ മാറുന്നതനുസരിച്ച് ഫൈനാൻഷ്യൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്കോർ മാറിക്കൊണ്ടിരിക്കും. അത് ജസ്റ്റ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അന്ന് 9 ഉള്ള കമ്പനികളാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൾ ഇന്ത്യ തന്നെ നോക്കാം. കോൾ ഇന്ത്യ 4ആണ്, അന്ന് 9 ആയിരുന്നു 2021. പിന്നെ ഏതായിരുന്നു? VBL, വരുൺ ബീവറേജസ്. വരുൺ ബീവറേജസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 6ആണ് എൻ്റെ പ്യൂർ ട്രസ്റ്റി സ്കോർ. അന്ന് 9 ആയിരുന്നു. അപ്പം ഇത് ഓവർ ദി ഇയേഴ്സ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലയബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി എല്ലാം ബേസ് ചെയ്തിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഫിക്സഡ് നമ്പർ അല്ല. ഇതിപ്പോൾ സപ്പോസ് 4ൽ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവണമെന്നാണ് പറയുന്നത്. 7, 8, 9, 6 ഒക്കെ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആവണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്തു, അത് 7, 8, 9ൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തൊരു വർഷം അത് 6ലേക്ക് അല്ലെങ്കിൽ 4ലേക്ക് 5ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞത്, ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. ഇപ്പം ഈ ഒരു റേഞ്ചിൽ വരുന്നത് സെല് ചെയ്യുക, ഇത് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ട ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു കുറി വേണമെങ്കിൽ എടുത്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് പെട്രോസി സ്കോറിൻ്റെ 1 to 3 എന്ന് പറഞ്ഞാൽ വീക്ക്, 4, 5, 6 എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ, 7, 8, 9 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ. ക്ലിയർ ആണോ? ഓ, അപ്പോ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇത് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ? ലോങ് ടൈമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതിന് ഇപ്പോൾ നീരജിനെ പോലുള്ള ആൾക്കാണെങ്കിൽ ഇതെല്ലാം കാണാപ്പാടാണ്. പുള്ളിക്ക് ഓരോന്നും എടുത്ത് എക്സലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എവിടെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, എവിടെ കിടക്കുവാണ്, എന്താണ് അതിൻ്റെ വാല്യൂ, പ്രീവിയസ് ഇയറിൽ എത്രയാണ്, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സ്കോറുകൾ നോക്കുന്നതായിരിക്കും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കാൻ എളുപ്പം. ലോങ് ടൈമിലേക്ക് നോക്കുന്നത് നല്ലതാണ്. അതെ, ഞാൻ നോക്കാറുണ്ട്. ഇപ്പം ഇത് ലോങ് ടൈമിലേക്ക് ഉള്ള സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് സുസ്ലോണ്ട് നോക്കാം. സുസ്ലോണ്ട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി.
ഇപ്പോൾ ഹോൾഡാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, 5-ൽ നിൽക്കുകയാണ്. അവിടെ പിടിച്ചൊക്കെ അപ്പൊ അദാനി പോട്ടോ? ടീച്ചർ അദാനി പോട്ട്. ടീച്ചർ അദാനി വിട്ടിട്ടില്ല അല്ലേ? ടീച്ചർ വിടത്തില്ല. അദാനി പോട്ട് 7 ഓക്കെയാണ്, ഗുഡാണ്, സ്ട്രോങ് ആണ്. അദാനിക്കാണ് ഫൈനാൻസിന് പ്രോബ്ലം. ആർ പവർ ഒന്ന് നോക്കാം. കുറച്ചും കൂടെ എവിടെ വന്നിരുന്നു? ആർ പവർ 8. ആർ പവർ സ്റ്റേബിളായി. ആർ പവറിൻ്റെ ROE കുറച്ച് ലോ ആണ്, -1.08 ആണ്. അതേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് നടക്കുന്നത് പിന്നെ അവരുടെ ഇതെന്താണ് ഫണ്ടമെന്റലി നടക്കുന്നത് ആർ പവറിനും പിന്നെ വേറെ ഒരു സ്റ്റോക്കിനും അഫക്റ്റഡ് അല്ല എന്നാണ് പറയുന്നത്. കാര്യം പിന്നെ റിലയൻസ് ഹൗസിംഗ് ഫിനാൻസിനും പിന്നെ വേറെ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, റിലയൻസ് അത് രണ്ടിനും മാത്രമേ. ഇൻഫ്ര ആ ആണോ? യെസ്, ഇതിന് അതെ, ഇതിന് കുഴപ്പമില്ല ആർ പവർ. കാര്യം ഇപ്പോഴത്തെ ആ ഒരു ഇത് വെച്ചിട്ട് അത് താഴേക്ക് പോകുന്നെങ്കിലും. അല്ല, ഇൻഫ്ര കുഴപ്പമില്ല. ഇൻഫ്ര ROC നല്ലതാണ്, ROE നല്ലതാണ്, PE കുറവാണ്, PE നല്ല ഇതിൽ നിൽക്കുന്നു. സ്കോറുണ്ട്, കൊടുക്കല്ല ബെറ്റർ സ്കോറുണ്ട്, EPS ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കാണിത്. പക്ഷേ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ടേക്കപ്പിനനുസരിച്ചിരിക്കും. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും ഉണ്ട്. ലയബിലിറ്റി സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, റിസർവ് ഉണ്ട്. ലയബിലിറ്റി 30,000 crores ആണ്, റിസർവ് 14,000 crores. പ്ലഡ്ജ് ഒന്നുമില്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ലൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ PE നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം, ഈ PE കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുറച്ചും കൂടി എടുത്താൽ എന്തുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആരെങ്കിലും ഒന്ന് പറയും, ഒന്നും കൂടി, അപ്പൊ നമുക്ക് പഠിക്കാലോ. ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും. JWL ഒന്ന് നോക്കാമോ? ഫസലുവിന്റെ പിന്നെ ഫസലുവിനെ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഫസലു ഒന്ന് മ്യൂട്ട് ചെയ്യൂ. JW ഒന്ന് നോക്കാമോ? ജൂപ്പിറ്റർ വാഗൺ. JWL ഇപ്പോൾ ഒരു സ്റ്റഡി പൊസിഷനിലായിരിക്കുന്നത്. 5 ഓവർ ദ ഇയേഴ്സ് വരാൻ പ്രോഫിറ്റ് ഉണ്ട്, പ്ലഡ്ജ് ഇല്ല, ലയബിലിറ്റിയൊക്കെ കൂടുതൽ റിസർവ് ഉണ്ട്. ബുക്ക് വാല്യൂ PE 40. PE കുറച്ച് കൂടുതലാണെന്നാണ് 40 പറയുമ്പം. സാധാരണ കുഴപ്പമില്ല, 30-40 ഒക്കെ കുഴപ്പമില്ല. കറണ്ട് വാല്യൂ 353, 600. ഇതിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, വലിയ കുഴപ്പമില്ല. സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ജി ഫാക്ടർ കുഴപ്പമില്ല, ജി ഫാക്ടർ അത്യാവശ്യം നല്ലൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ AI വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അതെങ്ങനെയാ ട്രൈ ചെയ്യുന്നത്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതല്ലേ, AI അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓ, അത് ഞാൻ വന്നിരുന്നില്ല. സോറി, ഞാൻ ആ ക്ലാസ് നോക്കിക്കൊണ്ട്. ഓക്കെ, ഞാൻ മറന്നുപോയി. ഇമ്പോർട്ടൻ്റ് ക്ലാസ്. അത് കുഴപ്പമില്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. നോക്കാം, ഇത് എത്ര വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡേറ്റയൊക്കെ എററായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തും ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന ഡേറ്റ ആയിരിക്കും. ഇതിനകത്ത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാവും എന്താണെന്ന് അവർ
യൂസ് ചെയ്തേക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി 1 പോയിൻ്റ്, പോസിറ്റീവ് നമ്പർ, നെറ്റ് ഇൻകം പോസിറ്റീവാണ്. പോസിറ്റീവ് റിട്ടേൺ ഓൺ അസറ്റ് സ്കോർ 1. ഇത് give the significant revenue that is likely ROI positive unless total asset is unusually high. അടുത്ത സ്കോർ 1. ക്യാഷ് ഫ്ലോ 0. റിക്വസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ദ അസറ്റ് നോട്ട് ഡാറ്റ അവൈലബിൾ ഫോർ ദ ക്യാഷ് ഫ്ലോ. ഇതിനകത്ത് ചില ഡേറ്റാസ് ഒന്നും റിട്രീവ് ആയിട്ടില്ല കേട്ടോ. ഇതിനകത്ത് എക്സാക്റ്റ് നമുക്ക് കിട്ടില്ല. എന്നാലും സ്കോർ 4 ഔട്ട് ഓഫ് 9 ആണ് കാണിക്കുന്നത്. ടോട്ടൽ അതായത് പോസിറ്റീവ് ഇൻകം, അസ്യൂംഡ് ഇതെല്ലാം അസംഷനാണ് വന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചില സ്റ്റോക്കുകൾ നല്ലതായിട്ട് വരും, ചില സ്റ്റോക്കുകളുടെ ഡാറ്റ ഇതുപോലെ നോൺ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അതെ. അടുത്തല്ലേ പോ. ഡൗട്ട് ഉണ്ടോ? ഇതെന്താ ആരും ഒന്നും മിണ്ടാത്ത? എല്ലാരും ആരും അനങ്ങുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങേരെന്തിനാ വീണ്ടും പറയുന്നതെന്നായിരിക്കും. അങ്ങനെയാവില്ലേ, ചിലപ്പോ അത് ഇത്ര പിടിയിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിക്കൂടെ എന്നെ പോലുള്ളവർക്ക്? നമ്മുടെ ബെഞ്ചമിൻ ഇല്ല, അപ്പോൾ ഡൗട്ട് കുറേ. ബെഞ്ചമിനും ജെറിനും ഇല്ലാത്തതുകൊണ്ട് ഡൗട്ടുകൾ കുറവായിരിക്കും. അതാ, അതെ. അതെ. ഫസൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഫസൽ അംബരീഷും അലനൊക്കെ ഇല്ലേ, അവർക്കൊക്കെയാണ് സംശയങ്ങൾ. ഷിജു ചോദിക്കാറുണ്ട്. അവരൊക്കെ ഇതിന്റെ ആശാന്മാരല്ലേ, അവർക്ക് എന്ത് ഡൗട്ട്? തെറ്റുണ്ടെങ്കിൽ ആർക്കും ഡൗട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു ഡൗട്ട് ചോദിക്കാം. ചോദിച്ചോ. ഡൗട്ടല്ല, ഒരു ക്ലാരിഫിക്കേഷൻ. ഇത് ആനുവൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമല്ലേ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നത്? അതെ, പ്രീവിയസ് ആനുവൽ റിപ്പോർട്ടും കറണ്ട് ആനുവൽ റിപ്പോർട്ടിന്റെയും കൂടെ സ്കോർ തമ്മിലുള്ള വ്യത്യാസമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൺസ് ഇൻ ഇയർ ആണ്, അതായത് 12 മാസത്തെ ഡേറ്റ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ ചെയ്യുന്നത്. അന്നേരം ഇതൊരു ഈ റിസൾട്ട് വന്നതിന് 1 മാസത്തിനകത്ത് എന്തെങ്കിലും സ്കോർ അപ്ഡേറ്റ് ആവുന്നത് അല്ലേ? ഇപ്പൊ മാർച്ചില് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യാലോ. അപ്പൊ അത് കഴിയുമ്പോൾ ഡാറ്റ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ അടുത്ത ഒരു 1 ഇയറിലേക്ക് അതെ, അടുത്ത 1 ഇയറിലേക്ക് അതായിരിക്കും. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്, ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. അപ്പൊ ഇതൊരു 1 ഇയറിന്റെ ഡാറ്റ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞു. അതെ, ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ പ്രോസ്പെക്റ്റീവിലാണ്. ഇപ്പൊ ഡെഫിനറ്റ്ലി സ്കോർ ഇംപ്രൂവ് ആണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലല്ലേ. ഫൈനാൻഷ്യൽ ആണെങ്കിൽ ആൾക്കാർ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരത്തില്ലേ. പിന്നെ നമ്മൾ ലോങ് ടൈം എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ ബെറ്റർ സ്കോർ ആണെങ്കിൽ അത് തന്നെ ഓപ്റ്റ് ചെയ്യാമല്ലോ. അതെ. അടുത്തൊരു സ്കോറാണ് അൾട്ടിമാൻ സി സ്കോർ. ഇതിനെ പറ്റി ആർക്കെങ്കിലും അറിയാവോ? ആദ്യമായിട്ട് കേൾക്കാണ് ഞാനും ആദ്യമായിട്ട് കേൾക്കാം. സാംസ് ആൾട്ട്മാൻ എന്നുണ്ട്. ആളാണ് ചാറ്റ് ജിപിടിയുടെ ഫൗണ്ടർ. ഈ ആൾട്ട്മാൻ അല്ല, ഇത് വേറെ ആൾട്ട്മാൻ. സോ ഇത് എഡ്വേർഡ് ആൾട്ട്മാൻ എന്ന് പറയുന്ന ആള് 1968 ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി 2 ഇയേഴ്സ് ബിഫോർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ആള് തീരുമാനിച്ചിട്ട് കണ്ടുപിടിച്ച ഒരു സ്കോറാണ് സി സ്കോർ. ഇപ്പോൾ ഒരു കമ്പനിയുടെ വാല്യൂസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സ് മുന്നേ തന്നെ നമുക്കറിയാൻ പറ്റും ഈ കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോകുമോ ഇല്ലയോ, അതോ കമ്പനി സ്റ്റേബിൾ ആണോ. കൊള്ളാം, പക്ഷെ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് യൂഷ്വലി പുള്ളി വർക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ പോസിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ അത് ഇത് ചെയ്യുള്ളൂ. ഡെഫിനറ്റ്ലി ഇത് ഒരു 70-75% ആക്യുറസി ഉണ്ടെന്നാണ് പറയുന്നത്. പുള്ളി ഇത് കണ്ടുപിടിച്ചത് പ്രൈവറ്റ് സെക്ടറിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇത് കണ്ടുപിടിച്ചത്. ആ ഒരു സെക്ടറിലേക്കാണ് പുള്ളി ഇത് കണ്ടുപിടിച്ചത്. അതായത് അസറ്റ് വാല്യൂ മോർ ദാൻ $1 മില്യൺ അസറ്റ് വാല്യൂ ഉള്ള കമ്പനികളിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഉള്ള ഒരു ബാങ്ക്രപ്സി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ സ്കോർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് പുള്ളി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് ആക്ടിവിറ്റി, ഓപ്പറേഷണൽ ആക്ടിവിറ്റി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പുള്ളി ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. 1.2 ടൈംസ് ഇൻറ്റു വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ അസറ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ അസറ്റ്സ് കിട്ടുന്ന റേഷ്യോ കൊണ്ട് 1.2 ടൈംസ് പ്ലസ് 1.4 ടൈംസ് ഇൻറ്റു റിട്ടൈൻഡ് ഏർണിങ്സ് പ്ലസ് ടോട്ടൽ അസറ്റ്. ഈ ഒരു റേഷ്യോ 1.4 ഉണ്ട്. ഇത് വെയിറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വാല്യൂസിന്. 3.3 ഇൻറ്റു ടാസ്ക് പേയ്മെൻറ്റ് ആൻഡ് ടോട്ടൽ അസറ്റ്സ്. പിന്നെ പുള്ളിയുടെ അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റീസ് മാർക്കറ്റ് വാല്യൂ ആൻഡ് ടോട്ടൽ സൈസ്. ഇതാണ് 5 എണ്ണം നമ്മൾ പറഞ്ഞില്ല, 5 ഫാക്ടേഴ്സ്. പ്രോഫിറ്റബിലിറ്റി, ലയബിലിറ്റി, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ 5 ഫാക്ടേഴ്സാണ്. 3, 4, 5 ഫാക്ടേഴ്സ്. ഇത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓപ്പറേഷണൽ, സെയിൽസും അസറ്റ്സും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജസ് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് കൊടുത്തിരിക്കുന്നത് പുള്ളി ഇവിടുത്തെ ലയബിലിറ്റീസിനാണ്, അസറ്റ്സിനും ലയബിലിറ്റീസിനുമാണ്. ലിക്വിഡിറ്റിയാണല്ലോ അസറ്റ്സ് വരുന്നത്. അപ്പോൾ അസറ്റ്സിനാണ് പുള്ളി കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത്, വെയിറ്റേജ് കൊടുത്തത്. അതായത് 3.3 കൊടുത്തിരിക്കുന്നത്. ഓപ്പറേഷന് പുള്ളി 0.99 ആണൊക്കെയാണ് കൊടുത്തത്. ഇതാണ് ഈ ഒരു ഫോർമുല. ഇത് വെച്ചിട്ടാണ് പുള്ളി ഈ സ്കോറിലേക്ക് അറൈവ് ചെയ്യുന്നത്. അപ്പം ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് പബ്ലിക് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് മാറുമ്പോൾ, അതായത് ഈ ഒരു വാല്യൂ ഇവിടെ നോക്കുകയാണെങ്കിൽ 1.2, 1.4, 3.3, 0.6, 0.99 ആയിരുന്നു. അത് 1 ആക്കിയിട്ടുണ്ട് ഇവിടെ. 0.99 ഇവിടെ 1 ആക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഒരു പബ്ലിക് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് മാറുവാണെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ളൊരു ഫോമുല. ഇപ്പോൾ എ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്, അത് ലിക്വിഡിറ്റിയുടെ ആണ്. ബി എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്, അത് പ്രോഫിറ്റബിലിറ്റി ഓവർ ടൈം. സി എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ടാക്സ് ആൻഡ് എബിറ്റ ആൻഡ് ടോട്ടൽ അസറ്റ്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി. ഇനി ഡി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ലയബിലിറ്റി. ഇത് മാർക്കറ്റ് പെർസെപ്ഷൻ ഓഫ് സോൾവൻസി. ഇത് സോൾവൻസി റിലേറ്റഡ് ആണ് ഡി എന്ന് പറയുന്നത്. ഇനി സെയിൽസ് അല്ലെ ഓപ്പറേഷൻ റിലേറ്റഡ് ആണ്. സെയിൽസ് ഡിവൈഡ് ബൈ അസറ്റ്സ്, ദാറ്റ്സ് അസറ്റ് എഫിഷ്യൻസി ഓർ ടേൺ ഓവർ. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഗ്രേറ്റർ ദാൻ 2.99 ആണെങ്കിൽ ലോ റിസ്ക് ഓഫ് ബാങ്ക്രപ്സി ആണ്. 1.89 to 2.99 എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോണിറ്ററിങ് സ്റ്റേജാണ്. അതൊരു ഗ്രേ ഇൻഡിക്കേഷൻ സ്റ്റോണാണ്. അതായത് മോഡറേറ്റ് റിസ്ക് ആണ്, കോഷൻ അഡ്വൈസ്ഡ്. ഇനി ബിലോ 1.81 ആണ് ഇതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ വരുന്നതെങ്കിൽ ഡിസ്ട്രസ് സ്റ്റോണാണ്. ഹൈ റിസ്ക് ഓഫ് ബാങ്ക്രപ്സി വിത്തിൻ 2 years എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ 1.81 താഴെയാണ് കമ്പനി ബാങ്ക്രപ്സി ആവാനുള്ള സാധ്യത വിത്തിൻ 2 years കൂടുതലാണ്. ഈ സ്റ്റോക്കുകൾ ഇതിന്റെ ഒരു പിന്നെ സക്സസ് റേറ്റ് നോക്കണമെങ്കിൽ നമ്മളിപ്പോൾ ബാങ്ക്രപ്സിയിലുള്ള സ്റ്റോക്കുകൾ എടുത്തിട്ട് അതിന്റെ പ്രീവിയസ് ഇതെടുത്ത് നോക്കിയാൽ മതിയാവോ? മതിയോ? മതിയാവും അല്ലേ? മതിയോ? ഇപ്പോൾ കുറേ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ ഈ ബാങ്ക്രപ്സിയിൽ വന്നിട്ടുള്ളത്. യെസ് ബാങ്ക്, മറ്റേ ഐഡിയ, അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകൾ ഐഡിയ, അതെ. എടുത്തൊന്ന് അല്ല, ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ എന്തോ ഒരു ജിനോം പവർ, ജിനസ് പവർ അങ്ങനെ എന്തോന്ന് വന്നില്ലേ? ഒരു ഭയങ്കര ഒരു കംപ്ലൈന്റ്. അതെ, ഏതായിരുന്നു റെജിന അത്? യെസ്, ജീനസ് പവർ അല്ലേ? ഇപ്പം മറ്റേ IRDAയുടെ ഫണ്ട് ഇത് ചെയ്തല്ലേ? അതെ അതെ. ആണെന്ന് തോന്നുന്നു, ജീനസ് പവർ ആണെന്ന് തോന്നുന്നു. മറ്റേ സർദാർ പിന്നെ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്തോ പ്രോബ്ലം ഇല്ലേ? ജീനസ് പവർ അല്ല, ജെൻസോൾ. ജെൻസോൾ ജീനസ് പവർ അല്ല, ജെൻസോൾ ആണ്. ജെൻസോൾ ആണ്. അതെ അതെ, ജെൻസോൾ സർദാർജിയുടെ അതെന്റെ കയ്യിലിരിക്കുന്നത്. ഈ രണ്ടും ഈ ഫസ്റ്റ് GN വരുന്നോണ്ട് ഒരു കൺഫ്യൂഷൻ ആണ് എപ്പോഴും. സോറി, കുട്ടി മാറിപ്പോയി. അപ്പൊ ഇത് ആരാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത്? ഈ കമ്പനിയെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഓക്കെ, അടുത്ത ഇനി മാനുഫാക്ചറിങ്, പ്രൈവറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയൊരു ഇതുണ്ടെന്നോ, അതായത് പബ്ലിക് മാനുഫാക്ചറിങ്. ഓക്കെ, ഇപ്പൊ തന്നെ തലേന്ന് ചൂടാ വരണേ. ഓക്കെ, എനിക്കിത് പ്രൈവറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പ്രൈവറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ ഈ ഒരു സ്കോറാണ്. ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇതാണ് മെയിൻ ഫോർമുല. പക്ഷേ അത് ആൾക്കാർ ഓവർ ദ ഇയേഴ്സ് ഓഫ് ടൈം ഓരോ ഇൻഡസ്ട്രീസിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്രൈവറ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ ഈ ഒരു വെയിറ്റേജസ് ആണ് കൊടുക്കുന്നത്. പ്രൈവറ്റ് നോൺ മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ ഇവിടെ എടുക്കുന്നില്ല, ഓപ്പറേഷൻ എടുക്കുന്നില്ല, ബാക്കി ABCD മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി എമർജിങ് മാർക്കറ്റ് കമ്പനീസ് ആണെങ്കിൽ ഒരു 3.25 കൂടെ ആഡ് ചെയ്യാം എൻ്റെ കൂടെ. എന്നിട്ട് ബാക്കിയുള്ള ഒഴിച്ചിട്ട് ബാക്കിയുള്ള ABCD സ്കോർ വെച്ചിട്ടാണ് എമർജിങ് മാർക്കറ്റ് കമ്പനീസ്, അതായത് പുതിയ സ്മാൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്ക് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ
പുതുതായിട്ടൊരു പ്രോമിസിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നത് അങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ആണെങ്കിൽ നമുക്കിത് വെച്ച് നോക്കാം. ഇപ്പോൾ സൊമാറ്റോ മാതിരി എന്നുള്ള സൊമാറ്റോ ഒക്കെ പറയുന്നത് അതൊക്കെ വെച്ചിട്ടുള്ള കമ്പനീസ് ഇതുപോലുള്ള ഈ ഒരു സ്കോർ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു ഫോമിൽ വെച്ചിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സി സ്കോർ ഡിസൈഡ് വെദർ ടു ബൈ എ സെല്ലർ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ്. എ സ്കോർ 3 suggests the stability while the score near to 1.8 below signals risk. 1.8 താഴെയുള്ള റിസ്ക് ആണ്. ക്രെഡിറ്റേഴ്സ് ആൻഡ് അനാലിസിസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടി ക്രെഡിറ്റേഴ്സ് ആൻഡ് അനലിസ്റ്റുകൾ ഈ സ്കോർ യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് പറയുന്ന അവരുടെ ഒരു പ്രീവിയസിൽ പുള്ളി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ഡിഫോൾട്ട് ബിഫോർ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് വിത്ത് എ മീഡിയൻ സി സ്കോർ ഓഫ് 1.81 in 2007 ഇൻഡിക്കേറ്റിംഗ് വൈഡ് സ്പ്രെഡ് ഓഫ് 2007 1.81 ചെയ്ത സ്കോറ് കാൽക്കുലേറ്റ് ചെയ്തത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ബേസ് ചെയ്ത് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് സംഭവിച്ചപ്പോൾ ആ കമ്പനികളൊക്കെ ബാങ്ക്രപ്റ്റ് ആയെന്നാണ് പറയുന്നത്. പുള്ളി ഏതെങ്കിലും കമ്പനി എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടോ? ഡീറ്റെയിൽ നോക്കണം, ഞാൻ നോക്കിയിട്ടില്ല. ഈ ചേച്ചീന്റെ പേരെന്താണ്? ആൾട്ട്മാൻ എന്താണ്? ചേച്ചിയല്ല, അല്ല ചേച്ചിയായാലും ചേട്ടനായാലും ഈ ഇതിന്റെ പേരെന്താണ്? എന്താണ്? എഡ്വേർഡ് ആൾട്ട്മാൻ. ഓക്കെ ഓക്കെ ഓക്കെ. 1968 ടീച്ചറെ പ്രായം കാണും. ഉണ്ടാവും, ഏതെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുണ്ടാവുക. ഡെഫിനറ്റ്ലി പ്രൂവ് ചെയ്തിട്ടുണ്ട്, കാണും. അപ്പൊ 68 ജനിച്ചാറുണ്ട്. നിങ്ങളെല്ലാം 68 തോന്നുന്നല്ലേ? എങ്കിൽ പിന്നെ ജോബി 68 തന്നെയാ. ഞാനേ ഉള്ളൂ ഇവിടെ. ഇൻഡസ്ട്രി സ്പെസിഫിക് ലോ എഫക്റ്റീവ് ഓൺ നോൺ മാനുഫാക്ചറിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രെയിംസ് ഡ്യൂ ടു ദ ഒപെക് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രീസിലും നോൺ മാനുഫാക്ചറിലും അത്ര എഫക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എഫക്റ്റീവ് കൂടുതലാണെന്ന് പറയുന്നത്. ഡാറ്റ ക്വാളിറ്റി റിലൈസ് ഓൺ ആക്യുറൽസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാനിപ്പുലേഷൻ ക്യാൻ സ്ക്യൂ റിസൾട്ട്. എക്സാക്റ്റും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമേ ഇത് വർക്കൂ. മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ കമ്പനീസിലൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒരു ഫൈനാൻഷ്യൽ ഡാറ്റ പുറത്തു വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ അവർ നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്, അങ്ങനെ വല്ല ഇൻഡിക്കേഷൻസും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ റിസൾട്ട് ഫെയിൽ ആവുമെന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മാക്രോ എക്കണോമിക് കണ്ടീഷൻസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ്, കോമ്പറ്റീറ്റീവ് ഡൈനാമിക്സ് ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, അതെല്ലാം ഇഗ്നോർ ചെയ്തേക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ്റെ. ഫാൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിഗ്നൽസ് misclassify firms, especially the grey zone. ഇപ്പോൾ ഗ്രേ സോണിലുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല, വെദർ ഇറ്റ് വിൽ ഗോ ബാങ്ക്രപ്റ്റ് ഓർ ഇറ്റ് വിൽ റിക്കവർ. അപ്പോൾ അതൊരു നെഗറ്റീവ് ഫാക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, സ്ക്രീനറിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇത് ഈ സ്കോർ കൊടുത്തിട്ട് നോക്കാൻ പറ്റില്ല. നോക്കിയാലോ ഒന്ന്? നോക്കാൻ പറ്റും. സി ഫാക്ടർ, സി സ്കോർ, ആൾട്ട്മാൻ സി സ്കോർ ഉണ്ട്. ആൾട്ട്മാൻ സി സ്കോർ ആഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, നമുക്ക് തൽക്കാലം നോക്കാം ഏതെങ്കിലും. പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് റിമൂവ് ചെയ്യാം. നമ്മൾ പണിയെടുക്കണ്ട, വേറെ ആരെങ്കിലും ഇതിന് മുന്നിൽ റിസർച്ച് ചെയ്ത റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അല്ല, നമ്മൾ നോക്കണ്ടായില്ലോ, റെഡിമെയ്ഡ് സ്കോർ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ലേ, പിന്നെ നമുക്കെന്ത്. ഇപ്പോൾ സി സ്കോർ 9.14 ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് സേഫാണ്. അപ്പോൾ 1.8 നമുക്കൊന്ന് നോക്കിയാലോ. സെർച്ച് മാർഷൽ ഒന്ന് നോക്കോ? മാർഷൽ അല്ല, നമുക്കിത് ഡയറക്റ്റ് ആൾട്ട്മാൻ സി സ്കോർ below 2. യെസ് മതി. അൾട്ടിമാൻ സി സ്കോർ ബിലോ 2 അതുകൊണ്ട് ഒരുപാട് കമ്പനി ഉണ്ട്. മീഡിയോ 67 കമ്പനി. അതില് റിലയൻസ് ഏതാ കിടക്കുന്നത് നോക്കട്ടെ. ഫസ്റ്റ് വൺ റിലയൻസ് ഇൻഫ്ര 1.1. അശോക് ബിൽഡ്കോൺ ഉണ്ടല്ലോ. TTML ഉണ്ട്.
ടാറ്റ ടി ടി എം എൽ അത് -4. ടി ടി എം എൽ പണ്ട് തൊട്ട് ഇതാണ് ഡെപ്റ്റിലുള്ള കമ്പനിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ആൾട്ട്മാൻ സ്കോർ ചെയ്യുന്നുള്ളൂ. സ്കോർ ഉപയോഗിച്ചിട്ട് ജെൻസോൾ എഞ്ചിനീയറിംഗ് LIC ഉണ്ട്. ഗോയങ്ക ഉണ്ട്. ഗോയങ്ക ലൈഫ് ഇൻഷുറൻസോ? അശോക LIC അശോ അല്ല ഇത് ഫൈനാൻഷ്യൽ അശോക അല്ല ഇത് നമ്മൾ ആദ്യം പറഞ്ഞു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രീസിന് അത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. മാനുഫാക്ചറിങ് ആയിട്ട് നോക്കിയാൽ ഓക്കെ, മതി. മേ ബി യെസ്. ഫൈനാൻഷ്യലിന് മേറി വരാൻ ചാൻസ് കുറവാണ്. ലൈക്ക് യെസ് ബാങ്ക്, അങ്ങനെ ബാങ്കുകൾക്ക് ചിലപ്പോൾ അശോക ചാൻസ് കുറവാകും. കാര്യം എന്ന് അശോക പറഞ്ഞാൽ ബിൽക്കോൺ. അവർക്കൊക്കെ ലയബിലിറ്റി കൂടുതലല്ലേ, അവർ ലോൺ കൂടുതൽ കൊടുക്കുന്നതല്ലേ. അതെ 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 അതുകൊണ്ട് അതെ. അവരുടെ അപ്പൊ ഫൈനാൻഷ്യൽ സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. സെക്കൻഡ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി മാത്രം നോക്കിയാൽ മതി. അശോക ബിൽക്കോൺ എങ്ങനെ വന്നു അതില്? അത് കൺസ്ട്രക്ഷൻ അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. അതിലും അവർ എനിക്ക് നല്ല തോന്നുന്നു നില കമ്പനി, അത് ഉണ്ട്. നല്ല നില കമ്പനി ഉണ്ട്. അല്ലേ? നില ഇതാണ്. ഡെപ്റ്റ് ഒക്കെ എടുത്തിട്ടേ ചെയ്യുന്നല്ലേ. അപ്പം ആ നില ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നോക്കുന്നത്. ഇൻഡസ്ട്രി സെക്ടർ ഫ്യൂച്ചർ സെക്ടർ മാർക്കറ്റ്. ജോബി ആൾട്ട്മാൻ സെറ്റ് സ്കോർ ഉപയോഗിച്ചിട്ടേ പിന്നെ നമ്മുടെ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇല്ലേ, അത് അതിന് അതെ, അതില് നോക്കൂ അത് അതിന്റെ എത്രയാണെന്ന്. അടുത്ത റിസ്ക് കൂടുതലാണ്. 1.75 2 വർഷത്തിനൊക്കെ ആകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 0.796 ആണ്. ആണ്ടെ 1.75 ജൂലൈ 1.75 ആണ്. ജൂലൈ അല്ലല്ല, ജൂലൈ 25ന്റെ ഉണ്ട്. 2025 ജൂലൈ 25ന് 0.796 ആണ്. അതുകൊണ്ട് ബാങ്ക്രപ്സി റിസ്ക് കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, 2 വർഷത്തിനൊക്കെ ബാങ്ക്രപ്സി ആവുന്നത്. ഇവിടെ 1.75 ആണ് കാണിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയറിലെ ഇത് വെച്ചിട്ടാണ്. അതെ, ഞാനിപ്പോൾ ജൂലൈ 25ന്റെ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നുന്നു മാർച്ച് ബേസ് ചെയ്തിട്ടായിരിക്കും. അത് കഴിഞ്ഞ അത് ഫിനാൻഷ്യൽ ചില ഇയർ വരെ. ദിവസം കയറി വരും പോർട്ട്ഫോളിയോയിൽ, ചില ദിവസം പോവും. കയറി വന്നാലും അത് സെല് ചെയ്യാൻ പറ്റണില്ല. അതെ, അപ്പൊ അതെന്താ വെച്ചാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ജൂലൈ 25, അതായത് ഇപ്പൊ ഉം. ഇന്നിപ്പോ 27 അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ മിനിയാന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇതിന്റെ സെറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 0.796 ആണ്. അതുകൊണ്ട് ബാങ്ക്രപ്സി റിസ്ക് കൂടുതലാണെന്ന് പറയുന്നു. 1000 രൂപ ഇപ്പൊ 43 രൂപ വന്നോ? അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്. അത് അത്രയും താഴെ വന്നില്ലേ ജെൻസോൾ. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നല്ലോ. ഒരുപാട് പേര് പെട്ട് കിടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്കും പണി കിട്ടിയായിരുന്നു. ഇറേദയുടെ ഫ്യൂച്ചർ ഞാൻ കയ്യിലെടുത്ത് വെച്ചോണ്ടിരുന്നേ. ഒറ്റയടിക്ക് ന്യൂസ് വന്നതാണ് ശരി ശരി. ഇറേദ അടിച്ച് താഴെ പോയി. അതെ അതെ ഇത് ജോബി, ഇത് നല്ല നല്ല സംഭവം കേട്ടോ ജോബി. താങ്ക്സ് കേട്ടോ. കാരണം ആദ്യമായിട്ട് ഇത് അറിയാണ്, പക്ഷെ ഇത് നോക്കാൻ നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതെ അതെ, നോക്കാൻ മനസ്സിലായി. അതാ സ്ക്രീനറിൽ സെറ്റ് സ്കോറിനോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആൾട്ട്മാൻ സി സ്കോർ. ആൾട്ട്മാൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കി. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലേ? യെസ്. കാര്യം ഇത് നമുക്ക് ആവശ്യം വരും. ഈ പറയുന്ന പോലെ ഇതിൽ പറയുന്ന പല സ്റ്റോക്കുകളും നമ്മള് ലോങ് ടേമിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്കോറുകളൊക്കെ ഫോളോ ചെയ്യുന്ന അതെ. ഞാൻ ഇപ്പൊ ഈ നില ഇൻഫ്ര ഒക്കെ ഞാൻ 2 പോയിന്റ് സംതിങ്ങിലാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നല്ല പ്രോഫിറ്റിലാണെങ്കിലും നമ്മള് അങ്ങ് എക്സിറ്റ് ആണെങ്കിൽ എക്സിറ്റ് ആകാമല്ലോ. അതുകൊണ്ട് ചോദിച്ചത്. അങ്ങനെയുള്ള പല സ്റ്റോക്കുകളും നമ്മൾ ഉണ്ടല്ലോ. ഈ പെന്നി സ്റ്റോക്ക് എടുക്കുമ്പോ ഇത് അറിയണം നമ്മള്. അതെ അതെ അതെ. പ്രത്യേകിച്ച് നില ഞാൻ നല്ല റേറ്റിൽ വാങ്ങിയതാ, നല്ല കുറഞ്ഞ റേറ്റിൽ വാങ്ങിയതാ. അപ്പൊ അത് ബാക്കിയുള്ള ഫാക്ടേഴ്സുകൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനീ പറഞ്ഞ നിള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആണ് ചിലപ്പം. അപ്പോൾ അതിന്റെ ബാക്കി സ്കോറുകളോട് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ. ഇത് 2 above ആണ് നല്ലതല്ലേ? അതെ, അല്ല 3 above. 3 above. 1.83 ഒരു ഗ്രേ സോൺ ആണ്. ഇത് 4 അല്ല, 4 കൂടുതലും വരും. അത് ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ. മറ്റേതിനകത്ത് ഡയറക്റ്റ് സ്ട്രൈറ്റ് അവേ 3.25 നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള സെക്ടേഴ്സ് ഇവിടെ 3.25 ആഡ് ചെയ്തില്ല. അപ്പോൾ ചില സെക്ടേഴ്സിൽ 7-8 ഒക്കെ വരും, എമർജിങ് മാർക്കറ്റ് കമ്പനീസിലൊക്കെ. അതുപോലെ നോക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റും പബ്ലിക്കും നോക്കുകയും വേണം. അതെ, അതിനനുസരിച്ച് മാറും. അത് ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന സ്ക്രീനറിൽ. ഇല്ലെങ്കിൽ നമ്മൾ എക്സലിൽ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ജാനി, ഇത് പൊളിച്ചുവിടുവാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് അടുത്തല്ലേ പോവാം. ജി ഫാക്ടർ ഓർ ജി സ്കോർ.
ഇത് ഇത് ഞാൻ കേട്ടിട്ടില്ലേ. ഇത് ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടറാണ്. ഓ ശരി ശരി. ഓക്കെ, ഇപ്പോൾ ജി ഫാക്ടറിൻ്റെ നോക്കുകയാണെങ്കിൽ ജി ഫാക്ടർ ഈ സ്റ്റോക്ക് typically refers to score a metric used to evaluate score potential ഓഫ് എ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ സ്ക്രീനറിനകത്ത് വരുന്നത് ജി ഫാക്ടറാണ്. പക്ഷേ ഇതിനകത്ത് ജി സ്കോർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു, പുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു കാൽക്കുലേഷനും ഉണ്ട്. അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടറും ഇതുപോലെ ഫൈനാൻഷ്യൽ റേഷ്യോസ് ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഇറ്റ് ഈസ് യൂസ് ടു വേരിയസ് പ്രൊപ്രൈറ്ററി ആൻഡ് അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ടു അസസ് സ്റ്റോക്ക് വിത്ത് ഹൈ ഗ്രോത്ത് അറ്റ് എ റീസണബിൾ പ്രൈസ്. ഇപ്പോൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കിനെ അതിൻ്റെ ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജി ഫാക്ടർ ഷോർട്ട് ഫോർ ഗ്രോത്ത് ഫാക്ടർ is a score that indicates measures stocks growth potential often based on recent financial performance. Financial performance ബേസ് ചെയ്തിട്ടാണ് പ്യൂർലി ഏർണിങ്സ്, ക്വാളിറ്റി ആൻഡ് ഫണ്ടമെൻ്റൽ മെട്രിക്സ്. ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ഫ്യൂച്ചർ ഗ്രോത്ത്, അതായത് ഇപ്പൊ നമ്മള് ഇനിഷ്യൽ സ്റ്റേജിലുള്ള സ്റ്റോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ലൈക്ക് SME ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിനകത്ത് ഫസ്റ്റ് ലിമിറ്റേഷൻ തന്നെ പാസ്റ്റ് പെർഫോമൻസ് നോട്ട് ഗ്യാരണ്ടീസ് എ ഫ്യൂച്ചർ പെർഫോമൻസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ തന്നെ. അപ്പോൾ പാസ്റ്റിനെ നമുക്ക് 100% റിലയബിൾ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇത് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ആണ് പറയുന്നത്. ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഗ്രോത്ത് സ്റ്റോക്സ് കമ്പനീസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ ഫാസ്റ്റർ ദാൻ മാർക്കറ്റ് ആവറേജ്. മാർക്കറ്റ് ആവറേജിലുള്ളക്കാൾ കൂടുതൽ, അതായത് നിഫ്റ്റി അല്ലെങ്കിൽ സെക്ടറിനേക്കാൾ പൊട്ടൻഷ്യലിൽ മൂവ് ചെയ്യാൻ, അതിനകത്ത് ഓവർ ഗ്രോത്ത് സെക്ടർ 10% പോകുന്നത്, ഇത് 15% പോകാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കാണ് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ രണ്ട് സ്കോർ ഉണ്ട്. ഇത് ജി സ്കോർ ബേസ് ചെയ്തിട്ടാണ്. ജി സ്കോറിൽ 8 പോയിന്റ്സ് ആണ് എടുക്കുന്നത്. 8 ജി സ്കോറും ജി ഫാക്ടറും രണ്ടും രണ്ടാണ്. ജി ഫാക്ടർ ഈ സ്ക്രീനറിലാണ്. അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. സ്ക്രീനറിൽ വരുന്ന ഒരു ഇതാണ് ജി ഫാക്ടർ. അതും 10 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ജി ഫാക്ടർ ബേസ് ചെയ്യുന്നത്. പക്ഷേ ജി സ്കോർ അറൈവ് ചെയ്തേക്കുന്ന 8 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ 8 ഫാക്ടേഴ്സ് ജി സ്കോർ, G1, G2, G3, G8. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. ROA ഗ്രേറ്റർ ദാൻ ഇൻഡസ്ട്രി മീഡിയൻ ആണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ല, സെക്ടറിനേക്കാൾ ഓവർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇത് ROA ഗ്രേറ്റർ ദാൻ ഇൻഡസ്ട്രി മീഡിയൻ ആണെങ്കിൽ 1 കൊടുക്കും. CFROA അത് നമുക്ക് നോക്കാം എന്താണെന്ന്. CFROA അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ 8 ഫാക്ടേഴ്സ് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പോവുകയാണെങ്കിൽ, ആദ്യം പറഞ്ഞ ജി ഫാക്ടർ സ്ക്രീനറിനകത്തുള്ള ജി ഫാക്ടറാണ്. എ സ്കോർ ഔട്ട് ഓഫ് 10 ദാറ്റ് ഇവാലുവേറ്റ്സ് കമ്പനീസ് റീസെൻറ്റ് ക്വാർട്ടർലി ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് ഏർണിങ്സ്. ഇത് ക്വാർട്ടർലി റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഷോർട്ട് ടേം പെർഫോമൻസ് ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ വിത്ത് സ്റ്റോക്സ് വിത്ത് ഹൈ ഗ്രോത്ത് റീസണബിൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഫോക്കസ് ഓൺ ഷോർട്ട് ടേം പെർഫോമൻസ്. ഇതിപ്പോൾ ഓരോ ക്വാർട്ടറിലെയും ബേസ് ചെയ്തിട്ടാണ് ഈ ജി ഫാക്ടർ, നമ്മളിവിടെ കാണുന്ന ജി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ജി ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെ ഈ ഓരോ ആപ്പും അല്ലെങ്കിൽ ഓരോരുത്തരും ഡിഫൈൻ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. കാരണം ഈ ജി ഫാക്ടർ നമ്മുടെ മണി കൺട്രോളിൽ വരാറുണ്ട്. പക്ഷെ ആ ജി ഫാക്ടർ അവരകത്ത് കൊടുക്കുന്നത് ഔട്ട് ഓഫ് 100 ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ സ്ക്രീനറിൻ്റെ ആണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ജി ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓരോ ആപ്പുകാരും ഓരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ജി സ്കോറാണ്. ജി സ്കോറാണ് കറക്റ്റ് വൺ ലോങ് ടേമിലേക്ക്. ഈ ജി ഫാക്ടർ, ഇപ്പോൾ ഇത് സ്ക്രീനർ ബേസ്ഡ് ജി ഫാക്ടർ മാത്രമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മറ്റേനകത്ത് മണി കൺട്രോളിനകത്ത് ഔട്ട് ഓഫ് 100 ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് 10ലാണ്. 10 ഫാക്ടേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. മറ്റേത് ചിലപ്പോൾ ഓരോ 10 ഫാക്ടർ ആയിരിക്കും. ഓരോ ഫാക്ടറിനും 10 പോയിന്റ് കാണും, റാങ്കിങ് കാണും, 1 to 10 അങ്ങനെ റാങ്കിങ് കാണും ഓരോ ഫാക്ടറിനും. അത് ബേസ് ചെയ്ത് ആഡ് ചെയ്തിട്ടായിരിക്കും അത് വരുന്നത്. അതെടുത്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാനിപ്പോൾ സ്ക്രീനർ ബേസ് ചെയ്തിട്ടായി പറയുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോൾ സ്ക്രീനറുള്ള ജി ഫാക്ടർ 10 ഫാക്ടേഴ്സ് വെച്ച്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ജി സ്കോർ എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. സ്ക്രീനറിനകത്ത് ഈ മോഹൻ റാംസ് ജി സ്കോർ ഉണ്ടോയെന്ന്. ജി ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് മോഹൻ റാംസ് ജി സ്കോർ എന്ന് പറയുന്നത് പാർത്ത മോഹൻ റാം എന്ന് പറയുന്ന ഒരാൾ ചെയ്ത ഒരു പേപ്പർ ബേസ് ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു തീസിസ് ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ മെട്രിക്സ് ഫോർ ഗ്രോത്ത് സ്റ്റോക്ക്, പർട്ടിക്കുലർലി ദോസ് വിത്ത് ലോ ബുക്ക് ടു മാർക്കറ്റ് റേഷ്യോ. ബുക്ക് വാല്യൂ മാർക്കറ്റ് റേഷ്യോ ആയിട്ടുള്ള കാൽക്കുലേഷനിൽ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത് അറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന സ്കോർസ് എന്ന് പറഞ്ഞാൽ 8 കാറ്റഗറീസാണ്. അത് 3 കാറ്റഗറിയിൽ 8 ഫാക്ടേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏണിംഗ് ഗ്രോത്ത്, റിട്ടേൺ ഓൺ അസറ്റ്സ്, ക്യാഷ് ഫ്ലോ ആൻഡ് സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി ഓൺ ഏണിംഗ്, സെയിൽസ് ഗ്രോത്ത്, R&D സ്പെൻഡിങ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മെട്രിക്സ് ലൈക്ക് R&D സ്പെൻഡിങ്, അക്കൗണ്ട്, ഇത് 3 സെക്ടേഴ്സിൽ 8 ഫാക്ടേഴ്സാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. ഈച്ച് ക്രൈറ്റീരിയ 0-1 എന്ന പോയിന്റിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഇവിടെ ഇതിനകത്ത് 0-1 ആണെങ്കിൽ അത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്നുള്ള ഫാക്ടറിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് അവോയ്ഡ് ഓവർ ഹൈപ്ഡ് ഗ്രോത്ത് സ്റ്റോക്സ് വിത്ത് അൺസ്റ്റേബിൾ വാല്യുവേഷൻസ്. 0 or 1 point, score 80. Stocks with 6 to 8 are considerable sustainable growth stocks, while those who scoring 0 to 2 are riskier. അപ്പോൾ 0 to 2 റിസ്കിയറും 6 to 8 സസ്റ്റൈനബിൾ ഗ്രോത്ത് സ്റ്റോക്സും ആയിട്ടാണ് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ടിൻ്റെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ജി ഫാക്ടർ ക്വിക്ക് സ്ക്രീനിങ് ഫോർ റീസെൻറ്റ് ഗ്രോത്ത് ഏണിങ്സ് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ ജി ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ക്വിക്ക് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ആപ്പ് ബേസ്ഡ്, ഇപ്പോൾ സ്ക്രീനറാണ് സ്ക്രീനർ, മണി കൺട്രോളിൻ്റെ ജി ഫാക്ടർ വരും. ഇപ്പോൾ പക്ഷേ ജി സ്കോർ എന്ന് പറഞ്ഞാൽ ഡീപ്പർ അനാലിസിസ്, ഐഡൻറ്റിഫൈ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് അവോയ്ഡ് വാല്യൂ ട്രാപ്സ്. ഇതൊരു ലോങ് ടേമിലേക്കുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. ഇത് ഇയർലി ബേസിസാണ് അനാലിസ് ചെയ്യുന്നത്, ഇത് ക്വാർട്ടർലി ബേസിസാണ് അനാലിസ് ചെയ്യുന്നത്. സിമ്പിൾ, ലെസ് ട്രാൻസ്പെറൻറ്റ് ഫോർമുല ഫോക്കസ്ഡ് ഓൺ ക്വാർട്ടർലി ഡാറ്റ. ജി സ്കോർ സച്ചേർഡ് 8 സ്പെസിഫിക് ക്രൈറ്റീരിയ എംബസിസ് ഓൺ ലോങ് ടേം ഫണ്ടമെൻറ്റൽസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മെട്രിക്സ് ഹെവിലി വെയ്റ്റഡ് ടുവേർഡ് ഷോർട്ട് ടൈം ഗ്രോത്ത്, സെയിൽസ് പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഈ ജി ഫാക്ടർ എന്ന് പറയുമ്പോൾ. ജി സ്കോർ എന്ന് പറയുമ്പോൾ ബാലൻസ്, പ്രോഫിറ്റബിലിറ്റി, ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, അക്കൗണ്ടിങ് പ്രാക്ടീസസ്, ഇത് 3ഉം ബാലൻസ് ചെയ്യുന്നുണ്ട്. സ്കോറിങ് 0 to 10 വരും, ഇവിടെ 0 to 8 വരും. ടാർഗറ്റോടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് യൂസിങ് screener.in ഫോർ ക്വിക്ക് ഡിസിഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡെപ്ത് അനാലിസിസ്. ദീസ് ആണ് ജി സ്കോർ. അപ്പോൾ ജി സ്കോറാണ് കൂടുതൽ വാല്യൂ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കോറാണ്. അതിൻ്റെ ഡയറക്റ്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയാം. ഇതാണ് അതിൻ്റെ 3 ഫാക്ടേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ജി സ്കോർ ഈസ് കാൽക്കുലേറ്റ് സമ്മിങ് ഓഫ് ദ 8 criteria. ഏണിംഗ് ഗ്രോത്ത് 0.1 മീൻസ് കമ്പനീസ് ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് ഈസ് പോസിറ്റീവ്. റിട്ടേൺ ഓൺ അസറ്റ് 1 മീൻസ് പോയിൻറ്റ്സ് ഇഫ് ദ കമ്പനീസ് ROA നെറ്റ് ഇൻകം ടോട്ടൽ അസറ്റ് ഈസ് എബോവ് ദ ഇൻഡസ്ട്രി മീഡിയൻ. മൂന്നാമത്തെ ക്യാഷ് ഫ്ലോ ആയിരുന്നു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് പ്ലസ് 1 point ഇഫ് ദ കമ്പനി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് ഈസ് എബോവ് ഇൻഡസ്ട്രി മീഡിയൻ. ഇതും ഗ്രോത്ത് സ്റ്റെബിലിറ്റിയുടെ അതുപോലെ തന്നെ ഈ ഒരു ഏണിംഗ് സ്റ്റെബിലിറ്റി, സെയിൽസ് വേരിയബിലിറ്റി, ഈ 2 ഫാക്ടർ വെച്ചിട്ടാണ്. മൂന്നാമത് അക്കൗണ്ടിങ് കൺസർവേറ്റിസം വരുന്നത് 3 criteria വെച്ചിട്ടാണ്. ഒന്ന് R&D സ്പെൻഡിങ്, ഇഫ് 1 point എബോവ് കമ്പനി R&D എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് ഈസ് എബോവ് ഇൻഡസ്ട്രി മീഡിയൻ. ഇതിൻ്റെ ഒരു ഡിവിഷൻ, ടോട്ടൽ അസറ്റിൻ്റെ ഈ വാല്യൂ ഇൻഡസ്ട്രി മീഡിയന് മുകളിലാണെങ്കിൽ 1 വരും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് കപ്പാസിറ്റി എക്സ്പാൻഷൻ അല്ലേ. അഡ്വർടൈസിങ് എക്സ്പെൻസ്, ഇത് കമ്പനിയുടെ ഒരു R&D എക്സ്പാൻഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസിങ് എക്സ്പെൻസ്, ഈ ഒരു ഫാക്ടേഴ്സ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരു ഗ്രോത്ത്, ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇതാണെങ്കിൽ ഒരു കമ്പനിയുടെ EPS പോസിറ്റീവ് ആണെങ്കിൽ 1 point, ROA 8, ഇൻഡസ്ട്രി മീഡിയൻ 6 ആണ്. അപ്പം
ഇൻഡസ്ട്രിയൊക്കെ കൂടുതൽ ROI വന്നതുകൊണ്ട് 1 പോയിൻറ്റ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് അസറ്റ് 10% ആണ്, അത് എഗനസ്റ്റ് ഇൻഡസ്ട്രി മീഡിയം 7% കൂടുതലായതുകൊണ്ട് 1 പോയിൻറ്റ്. EPS ഗ്രോത്ത് വേരിയബിലിറ്റി ഈക്വൽ ടു 4, ഇൻഡസ്ട്രി 5 ആണ്, 1 പോയിൻറ്റ്. EPSൻ്റെ ആണെങ്കിൽ തിരിച്ചാണ് വന്നേക്കുന്നത് കേട്ടോ, ഇൻഡസ്ട്രി മീഡിയനൊക്കെ താഴെ ആയിരിക്കണമെന്നാണ്. Earnings 1 point if the standard deviation EPS growth over the past 5 years is below the industry median. ബിലോ ആണെങ്കിൽ മാത്രമാണ് 1 വരുന്നത്, എബോ ആണെങ്കിൽ 0 ആയിരിക്കും വരുന്നത്. അത് മാത്രം റിവേഴ്സിൽ വരുന്നുള്ളൂ. സെയിൽസ് ഗ്രോത്ത് 6, സെയിൽസ് ഗ്രോത്ത് 6, ഇൻഡസ്ട്രി മീഡിയൻ 5. അപ്പോൾ ഇവിടെ തിരിച്ചു വരുന്നത്. സെയിൽസ് വാലിബിലിറ്റി 1 point if the standard deviation of the sales growth over the 5 years is below the industry median. ഇത് രണ്ടും ബിലോ ദ ഇൻഡസ്ട്രി മീഡിയൻ ആണ് വരുന്നത് ഗ്രോത്ത്. ഇപ്പോൾ ഇത് എബോ വന്ന് ബിലോ വന്നു കഴിഞ്ഞാൽ 4 ആയിരുന്നെങ്കിൽ ഇവിടെ 1 പോയിൻറ്റ് വന്നേനെ. R&D 5, ഇൻഡസ്ട്രി 4, 3, ഇൻഡസ്ട്രി 5, 1% ഇൻഡസ്ട്രി മീഡിയൻ 2. ഇത് ഇൻഡസ്ട്രി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ആവറേജ് വാല്യൂ ആണ് എടുക്കുന്നത്, പിയർ ഇൻഡസ്ട്രീസിൻ്റെ ആവറേജ് വാല്യൂ ആണ് എടുക്കുന്നത്. അതാണ് ഇൻഡസ്ട്രി മീഡിയം വരുന്നത്. ഇവിടെ സ്കോർ 6 ആണ്, 8 out of 6 ആണ് വരുന്നത് ഇവിടെ. അപ്പം ഈ ഒരു സ്കോർ സ്ട്രോങ് ഗ്രോത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പറയുന്നത്. ഇയാളാണ് നമ്മൾ പറഞ്ഞ പുള്ളി കണ്ടിട്ട് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡാറ്റ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റിക്വേഴ്സ് ഫ്രം കമ്പനി ഫൈനാൻഷ്യൽസ്, ഇൻഡസ്ട്രി മീഡിയൻസ് ആൻഡ് ഫോർ ബെഞ്ച് മാർക്കിംഗ്. എല്ലാ ഇൻഡസ്ട്രി മീഡിയൻ അഗനസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രി മീഡിയൻസ് വാല്യൂസും ആവശ്യമുണ്ട്. G score is most effective for growth stocks, high PE/PB ratio in sectors like technology, biotech, not value stocks or stable industries. ഇപ്പോൾ ടെക്നോളജി സ്റ്റോക്സിലും ബയോടെക്കിലും എമർജിങ് ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ലിമിറ്റേഷൻ റിലയൻസ് ഓൺ ഹിസ്റ്റോറിക് ഡാറ്റ വിച്ച് മേ നോട്ട് പ്രഡിക്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്കും. മീഡിയൻസ് ക്യാൻ വേരി അഫക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി മീഡിയൻസ് വേരി ചെയ്യാം, അത് സ്കോറിനെ നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യും ഇൻഡസ്ട്രി മീഡിയൻസ്. കാര്യം വെച്ചാൽ ഇൻഡസ്ട്രി മീഡിയൻസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് മാർക്കറ്റ് കണ്ടീഷൻ, മാക്രോ എക്കണോമിക്സ് അനാലിസിസ് ആർ നോട്ട് കൺസിഡേർഡ്. ഇപ്പോൾ ഇതാണ് ഈ ജി ഫാക്ടർ അല്ലെങ്കിൽ ജി സ്കോറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലെന്ന് എനിക്കറിയാം, എന്നാലും കാര്യം മനസ്സിലായല്ലേ? യെസ്, കാരണം ഞാൻ അദാനി പോർട്സിന്റെ മോഹൻ റാംസ് ജി സ്കോർ നോക്കി, അപ്പൊ നല്ലതാണെന്ന് പറഞ്ഞു. ആഹാ, എന്ത് വേണം? എവിടെ നോക്കി? ഇല്ല. അതെ, ജോബ് ചേട്ടാ, ഈ ജി സ്കോർ വെച്ചിട്ടുള്ള ട്രാക്ക് കിട്ടുന്നുണ്ടോ സ്റ്റോക്കുകൾ? ഇല്ല, അത് നിങ്ങൾക്ക് ഹോംവർക്ക്. നിങ്ങൾ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? എന്നെ പറ്റി ഭയങ്കര സൂര്യ ലെഫ്റ്റ് ആയല്ലോ, സൂര്യ ലെഫ്റ്റ് ആയല്ലോ. ജെറിൻ കൊറേ നല്ലതൊക്കെ ഗ്രൂപ്പില് ഇട്ടിട്ട് വന്ന് ജോയിൻ ചെയ്തു. ഞാൻ അവര് പറഞ്ഞേ ഉള്ളൂ, ജോബ് ചേട്ടാ അടിപൊളിയാണ്, സൂപ്പർ ട്രെയിനിങ് ആണ്, നല്ല മനുഷ്യനാണെന്നൊക്കെ. അല്ല, ജെറിന് എന്തോ ഒരു മനോവിഷമം ഉണ്ട് കേട്ടോ ജോബി പോയിട്ട്. ഞങ്ങളൊക്കെ ചീത്ത പറയുന്നു. വേഗം ജെറിന് ഒരു കമ്പനി ഇല്ല, പിന്നെ പാര വയ്ക്കാൻ. അതിന്റെ മനോവിഷമം താങ്ങുന്നത് ഞങ്ങളാണ് ജോബി. ഓക്കെ, ജെറിൻ വന്നപ്പോ സൂര്യ പോയി, അപ്പൊ അവര് തമ്മിൽ അടിയായിരിക്കും. അതെ, സൂര്യ പോയി. അല്ല, ഞാൻ ഇതിനു മുമ്പ് സംശയം ചോദിച്ചപ്പോ കേട്ടില്ലായിരുന്നോ? ഞാൻ സംശയം ചോദിച്ച ഉത്തരം പറഞ്ഞായിരുന്നു. ഞാൻ കുറെ നേരം കയറിയിട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തരാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങക്ക് വർക്ക് ഉണ്ടെങ്കിൽ പോയിക്കോ കേട്ടോ, ഇത് വലിയ കാര്യമൊന്നുമില്ല. കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും പറയും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പുതിയത് കിട്ടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അങ്ങനൊന്നും അല്ലല്ലോ ഗ്രൂപ്പിൽ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലല്ലോ. എന്നാലും എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടുമല്ലോ. ഇപ്പൊ പോയി നോക്കൂ, സ്ക്രീൻഷോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ചാത്തന്മാരുണ്ടോ? ചാത്തന്മാര്
ഞാൻ രാവിലെ പറഞ്ഞതാണ് ജോബ് ചേട്ടൻ നല്ല മനുഷ്യനാണ്, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയാലും ശരി ട്രെയിനിങ് എടുക്കുന്നു, എത്ര നല്ല മനുഷ്യൻ എന്നൊക്കെ. നിങ്ങൾ അല്ല നിങ്ങൾ ശരിക്കും വീഡിയോ കോൾ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കുക, ഒന്ന് കാണട്ടെ ഇതൊക്കെ ഉള്ളതാണോ എന്ന്. അല്ലല്ല, ബിരിയാണി വാങ്ങിച്ചു തന്നത് ഒക്കെ പറഞ്ഞിരുന്നു അവിടെ. ആ. കേട്ടാ. കപ്പ ബിരിയാണി അല്ലേ? അതെ അതെ. കപ്പ ബിരിയാണി വാങ്ങിച്ചു തന്ന കാര്യം പറയാൻ ഞാൻ പറഞ്ഞു. ഉം. മനോജ് പേടിപ്പിച്ചു. അതാണ് സത്യം. ഞാനിനി ഇത് വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, അത് ഒന്നര മണി. പണ്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതൊക്കെ. ഇപ്പൊ ഞാന് ജൂപ്പിറ്റർ വാഗൻ നോക്കിയപ്പോ ഈ മോഹൻ റാമിന്റെ ജി ഫാക്ടർ എടുത്ത് നോക്കിയപ്പോ അത്ര ഇത് കാണുന്നില്ല. ജി ഫാക്ടർ ആണോ ജി സ്കോർ ആണോ? രണ്ടും നോക്കണോ? ജി ഫാക്ടർ ഞാൻ പറഞ്ഞില്ല, അത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ജെറും പറഞ്ഞാണ് മണി കൺട്രോൾ അതിലൊക്കെ പല വാല്യൂസ് വരും. ഇപ്പോൾ ഇതിനകത്ത് ജി ഫാക്ടർ എടുത്തേക്കുന്നത് ഇത് സ്ക്രീനറിൻ്റെ ജി ഫാക്ടറാണ്. അവർ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനാൻഷ്യൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ്. ജി സ്കോർ ഇതിനകത്ത് വന്നിട്ടില്ല. ജി സ്കോർ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്ത് സെപ്പറേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ ജി സ്കോർ കൊടുക്കുന്നുണ്ടോ നോക്കണം. ഇതൊരു പ്രത്യേകിച്ച് അത് നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് അതത്ര പ്രൊമോട്ട് ചെയ്യപ്പെടാത്തതെന്ന് പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ കണ്ടുപിടിച്ചത് കൊണ്ടാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ രമണി ടീച്ചർ പറഞ്ഞ. ഓക്കെ, അപ്പൊ അതൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതൊരു ഇംഗ്ലീഷുകാരനായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ എല്ലാവരും വാരി ഇട്ടാനെ എല്ലായിടവും. അതാണ് അതിന്റെ വ്യത്യാസം. ഇനി ഗ്രഹാംസ് നമ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മുടെ വാല്യൂ ഇൻവെസ്റ്ററിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, വാല്യൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാം, നമ്മുടെ നീരജിൻ്റെ മെൻറ്റർ. Graham's number typically refers to metric developed by father of value investing. It identifies undervalued stocks with strong fundamentals. It is not able to confuse with the mathematical concept of Graham's number, which is an unimaginary large number used to the number theory. So, ഇത് നമ്പർ ബേസ്ഡ് ഓൺ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട്, അല്ലാതെ ഇതൊരു റേഷ്യോ ഒന്നുമല്ല, 1 0 വരാൻ തക്കോണം റേഷ്യോ ഒന്നുമല്ല. ഇതൊരു വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. ഇത് സ്റ്റോക്ക് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിന് ആണോ അതിന് പുറത്താണോ ഇത് ചെയ്യുന്നത്, ഒരു ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രഹാംസ് നമ്പർ നീരജ് ഇതൊക്കെ പറഞ്ഞു തരും. എനിക്കിതൊന്നും ഇൻഡെപ്ത് അറിയാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു വന്നേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് സ്ക്രീനിനകത്ത് നോക്കാം, അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. Graham's number is a formula used to estimate intrinsic value of a stock, which helping intrinsic value എന്താണെന്നൊക്കെ പുള്ളി പറഞ്ഞു തരും. Helping investors to determine if a stock is undervalued or overvalued. It is derived from Benjamin's principle in the book of The Intelligent Investor. Intelligent Investor വായിച്ചിട്ടുള്ളവർക്ക് ഇത് കാണാപ്പാടായിരിക്കും. The formula aims to identify the stock trading below the intrinsic value suitable for value investing. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പിയും EPSും ബേസ് ചെയ്തിട്ടാണ്, അതായത് ബുക്ക് വാല്യൂ ഏണിംഗ് പെർ ഷെയറും ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഗ്രഹാംസ് നമ്പറിൻ്റെ ഫോർമുല. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 22.5 ഇൻറ്റു EPS ഇൻറ്റു ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇപ്പോൾ EPS ഏണിങ്സ് പെർ ഷെയർ ഓവർ ദ ലാസ്റ്റ് 12 months, പ്രീവിയസിൽ 12 monthsലുള്ള ഏണിങ്സ് പെർ ഷെയർ ട്രെയിലിംഗ് മന്ത്സ് ഓർ TTM, അതായത് നമ്മൾ ബേസ് ചെയ്തിട്ട് TTM ആണെങ്കിൽ എടുത്താൽ മതി. ലാസ്റ്റ് 12 monthsൻ്റെ EPS ബുക്ക് വാല്യൂ പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ കിട്ടും. ഇതിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 22.5 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എ കോൺസ്റ്റൻറ്റ് derived from Graham's criteria assumption maximum PE of 15 and a maximum PB ratio of 1.5. 15 into 1.5 22.5. ഇതാണ് ഗ്രഹാംസിൻ്റെ കോൺസ്റ്റൻറ്റ് അറൈവ് ചെയ്തത്. അതായത് അസ്യൂം ചെയ്യുകയാണ് PE 15 ഉള്ളൊരു ഇതാണ് ഐഡിയൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ്, അതിൻ്റെ PB റേഷ്യോ 1.5 ആണെങ്കിൽ അതിനെ രണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് 22.5. റിഫ്ലക്റ്റിംഗ് ഈസ് എ പെർഫോമൻസ് ഫോർ സ്റ്റോക്ക് ഈസ് അറ്റ് റീസണബിൾ വാല്യുവേഷൻ. സിമ്പിൾ ഫോർമുലയാണ്. അപ്പോൾ ഈ ഒരു നമ്പറാണ്
സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഇൻട്രിൻസിക് വാല്യൂ കറണ്ട് മാർക്കറ്റ് പ്രൈസിനൊക്കെ താഴെയാണെങ്കിൽ സ്റ്റോക്ക് ഓവർ വാല്യൂഡും, ഇൻട്രിൻസിക് നമ്പറാണ് കൂടുതലെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് ബിലോ ദ ഗ്രഹാം നമ്പർ ദ സ്റ്റോക്ക് മേ ബി അണ്ടർ വാല്യൂഡ് and potential buy. If the current stock is above the number, Graham number, stock may be overvalued. Caution. The formula is assumes a company has a positive EPS and EVBS. It is not applicable for companies with negative earnings or book value. Negative values ഉള്ളതിന് ഇത് രണ്ടും വർക്ക് ആവത്തില്ല. ലിമിറ്റേഷൻ, നാരോ സ്കോപ്പ് എന്ന് വെച്ചാൽ ഓൺലി EPSും ബുക്ക് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, വേറൊന്നും എടുക്കുന്നില്ല. അസംഷൻ, static assumption assumes PBE which is not suit for all industries and market conditions. Tech stocks or other have financial stocks ഒന്നും ഇത് വർക്കൗട്ട്, ഫൈനാൻഷ്യൽ സ്റ്റോക്സിനൊക്കെ കുറേ മറ്റ് അതർ ലയബിലിറ്റി വാല്യൂസ് ഒക്കെ വരുന്ന കാരണം വേറെ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. ഇഗ്നോർസ് ഗ്രോത്ത്, ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അൺലൈക്ക് മോഹൻസ് ജി സ്കോർ, ഇറ്റ്സ് ഇവാലുവേറ്റ്സ് ഗ്രോത്ത് സസ്റ്റൈനബിലിറ്റി. മാർക്കറ്റ് കണ്ടീഷൻസ് may undervalue stocks in higher growth sectors or overvalue cycle stocks during downturns. ഇത് ചില സ്റ്റോക്കുകളെ ഇപ്പോൾ ഓൾറെഡി PE ഹൈ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ഓവർ വാല്യൂഡ് ആയിട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും. പക്ഷേ ആ സ്റ്റോക്കുകളും കയറിപ്പോവുമല്ലോ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ട്രേഡിംഗ് ക്രൈറ്റീരിയ വിച്ച് മേ നോട്ട് റിഫ്ലക്റ്റ് അവർ കറണ്ട് ഫ്യൂച്ചർ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജസ്റ്റ് കാൽക്കുലേഷൻ. EPS $3.5 ആണെന്ന് വെച്ചു, $20. കറണ്ട് സ്റ്റോക്ക് പ്രൈസ് $45 ആണെന്ന് വെച്ചു. ഗ്രഹാംസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ 39.69 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണ്ടർ വാല്യൂഡ് എന്നാണ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കാര്യം കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനറിനകത്ത് നോക്കുകയാണെങ്കിൽ ഗ്രഹാംസ് നമ്പർ നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിനകത്ത് അപ്ലൈ ചെയ്യാം. ഇവിടെ ഉണ്ട് ഗ്രഹാംസ് നമ്പർ. ഗ്രഹാംസ് നമ്പർ ഉണ്ട്. ഓക്കെ, നമുക്ക് അൾട്ട്മാൻ എടുത്ത് കളയാം. ആരെടുത്ത് കളയുന്നത്? ഗ്രഹാം നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ ഗ്രഹാം നമ്പർ അദാനി പോർട്ട് ഗ്രഹാം നമ്പർ 577 ആണ്. അതായത് ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 577 ആണ്. സ്റ്റോക്ക് ഓവർ വാല്യൂഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം ഏതെങ്കിലും സ്റ്റോക്കുകൾ കിട്ടുമെന്ന്. ഗ്രഹാം നമ്പർ ലെസ് ദാൻ CMP current price. Okay, and market capitalization greater than 1000. P ratio P less than 15 ആണ്. 20 കൊടുക്കാം. P price to book value less than 2. Okay, sorry. അപ്പോൾ ഈ സ്കോർ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് പത്മജ പേപ്പർ 120, ഗ്രഹാം നമ്പർ 118. ഓക്കെ, ബിലോ ഗ്രഹാം നമ്പറാണ്. അപ്ഡേറ്റർ സർവീസ് 239, 281. NCC, ഇനി മാർക്കറ്റ് ക്യാപ്പ് കൂടിയ കമ്പനി വെച്ചൊന്ന് ഫിൽറ്റർ. NTPC 33 ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഗ്രഹാം നമ്പർ 321. ഇതുകൊണ്ട് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയുന്നത്. HPCL 421, 413. M&F ഫിനാൻസ് നല്ലൊരു ഇതാണെന്നാണ് എല്ലാവരും പറയാറ്. 253, 239 ആണ് എൻ്റെ ഗ്രഹാംസ് നമ്പർ. അതിന് പെട്രോസ്കി സ്കോർ നോക്കുകയാണെങ്കിൽ പെട്രോസ്കി സ്കോർ 4 ആണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഫൈനാൻഷ്യൽ ഇതായിട്ടുണ്ടായിരിക്കും. CSC 173, 145. പെട്രോസ്കി 7. വലിയ കുഴപ്പമില്ലാത്ത വാല്യൂസാണ്. ബുക്ക് വാല്യൂ 90. ബുക്ക് വാല്യൂ നിയർ ബുക്ക് വാല്യൂ ആണ്.
അപ്പോൾ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ബുക്ക് വാല്യൂ ഗ്രഹാംസ് നമ്പറോട് ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ PFC ഒന്ന് നോക്കി നോക്കൂ. അതൊക്കെ അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളല്ലേ PFC ഒക്കെ? PFC ഒക്കെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടോട്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇതെങ്ങനെ It's okay, no problem, no problem. It's okay. 748 ഗ്രഹാംസ് നമ്പർ 415. ഈ ഫൈനാൻഷ്യൽ സ്റ്റോക്കുകൾ വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സാധാ Okay. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാതിരിയല്ല, അതിനകത്ത് കുറേ മറ്റ് പല കാര്യങ്ങളും വരും. അതിനകത്ത് നമ്മൾ ഈവൻ അനാലിസിസ് നടത്തുമ്പോൾ ഒരു വേറെ കുറേ വാല്യൂസൊക്കെ റേഷ്യോസൊക്കെ നോക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല, കാരണം അവർ കടം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പുറത്തോട്ട് കൂടുതലും. Okay, okay. അപ്പോൾ അവർക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ലയബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്ക്, Oh. ലയബിലിറ്റി 50,000 പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ആ. അതാണ് ഡെപ്റ്റ് കണ്ടില്ലേ, ഇത്ര അവർ പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ടുകളാണ്. ആ. അവരുടെ റിസർവ് ഡെപ്റ്റ് ഇത്രയുണ്ട്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ അവരുടെ റിസർവ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്റെ ഒരു ഞാൻ ചോദിച്ചോട്ടെ, ഒരു സാധനം വാല്യൂ കുറവ് എന്ന് പറയുമ്പോ അത് ശരിക്കും നല്ലതാണോ? ഒരു ഏതൊരു സാധനത്തിന്റെ വാല്യൂ കുറവ് അണ്ടർ വാല്യൂ ആണ് എന്ന് പറയുമ്പോൾ അത് നല്ലതാണോ? അതായത് അതിൻ്റെ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ട് അതിന് വരാവുന്ന വാല്യൂ ആണ് ഈ ഗ്രഹാംസ് നമ്പർ എന്ന് പറയുന്നത്, അതായത് ഇൻട്രിൻസിക് വാല്യൂ. അപ്പോൾ ഇതിൽ താഴെ എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂ ആണെന്നാണ്. അവിടെ വരെ എത്താം, ഈ ഗ്രഹാം നമ്പർ വരെ. അല്ല, ഗ്രഹാം നമ്പർ താഴെ നിൽക്കുന്ന സ്റ്റോക്ക് എപ്പോഴും അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് കണക്ട് പി കൂടി പോയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ പി നോക്ക് 5.96 ഉള്ളൂ. വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കാം. നമ്മൾ നേരത്തെ സ്ക്രീനർ എടുത്ത സ്റ്റോക്കുകൾ എന്ത്, പത്മജ പേപ്പർ എടുക്കും. ഗ്രഹാം നമ്പർ 118, പി കണ്ടോ 11 ഉള്ളൂ, ബിലോ 15 ആണ്. ഇപ്പോൾ ഗ്രഹാമിനകത്ത് പറയുന്നത് ബിലോ 15 ആയിരിക്കണമെന്നാണ്. ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത് ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ലോങ് ടേമിൽ നടക്കുമ്പോൾ പി ബിലോ 15 ആയിരിക്കണം. പി അബോവ് 15 ആണല്ലോ ഓവർ വാല്യൂഡ് ആണെന്നാണ് പറയുന്നത്. ഇത് മാത്രം പക്ഷെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? അതിന്റെ ബിസിനസ്, അതിന്റെ ഒരുപാട് കാര്യങ്ങളില്ലേ? ഇല്ല, ഇത് അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ലിമിറ്റേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കറണ്ട് മാർക്കറ്റ് ട്രെൻഡിനെ ഇഗ്നോർ ചെയ്യുന്നു. പിന്നെ 2 ഫാക്ടർ യൂസ് ചെയ്യുന്നുള്ളൂ, EPS-ഉം ബുക്ക് വാല്യൂയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്ക് വരുമെന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളി ഓവർ ദി ഇയേഴ്സ് പൈസ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. ഒരു വലിയ ബുക്ക് എഴുതിയിട്ടുണ്ട്, ബെഞ്ചമിൻ ഗ്രഹാം. ഒരിക്കലും വായിച്ചു തീരില്ലാത്തൊരു ബുക്കല്ലേ. അപ്പം അതാണ് ഗ്രഹാംസ് നമ്പറിൻ്റെ ഒരു പ്രത്യേകത. ജസ്റ്റ് നമുക്ക് നോക്കാം സ്കോർ അണ്ടർ വാല്യൂഡ് ആണോ ഗ്രഹാംസ് നമ്പർ വെച്ചിട്ട്. അത് ഡയറക്റ്റ് നമുക്കിവിടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇട്ട് നോക്കാം. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ പത്മജ പേപ്പറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പെട്രോസ്കി 6 ഉണ്ട്, അൾട്ടിമാൻ 5.6 ഉണ്ട്, ഇത് നമ്മുടെ ജി ഫാക്ടർ 5 ഉണ്ട്. ഗ്രഹാംസ് നമ്പർ അണ്ടർ വാല്യൂഡ് ആണ്. പക്ഷേ ഇത് ഓവർ ദി ഇയേഴ്സ് ചിലപ്പോൾ കയറി പോകാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അത്യാവശ്യം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, 1140. PE കുറവാണ്. ബുക്ക് വാല്യൂ ഒക്കെ ഹാഫ് ഓഫ് ദ ബുക്ക് വാല്യൂ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുമായിട്ട്. 120 ഇത് 1.5 ടൈംസ് തന്നെയാണ്. അതായത് ഇതിൻ്റെ പകുതിയല്ല ഉള്ള ബുക്ക് വാല്യൂ വരുന്നത്. അപ്പോൾ ROE നോക്കുവാണെങ്കിൽ ROE ഉണ്ട്, ROC ഉണ്ട്, EPS 10 ഉണ്ട്, റിസർവ് അത്യാവശ്യമുണ്ട്, ലയബിലിറ്റിയും ഡെപ്റ്റും കുറവാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊള്ളാം. പക്ഷെ എന്തുകൊണ്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉള്ള ഡിമാൻഡിനനുസരിച്ചുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറത്തുള്ളൂ. എന്നെ ട്രോളാനുള്ള വകുപ്പ് ഞാൻ തന്നെ ഇട്ടുതരാം. ഞാനിപ്പോ അത് അങ്ങനെ ആലോചിച്ചത്, നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ വില കുറവാണ് എന്നുള്ളത് മാത്രം അതിന്റെ ക്വാളിറ്റി ആവില്ലല്ലോ. അല്ല, മറ്റുള്ളവർക്കുള്ള ഡിമാൻഡാണല്ലോ സ്റ്റോക്കിന് ഓഫ് കോഴ്സ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ എന്തെങ്കിലും മൂവിങ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ അല്ലെങ്കിൽ അവരുടെ നല്ലതായിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്ട് ഇവിടെ കൂടിയിട്ടില്ല, മൈനസാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ സെയിൽസ് പക്ഷേ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഫിഗറിലേക്ക് മാറുമ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളാണ് അണ്ടർ വാല്യൂഡ് ആയതുകൊണ്ട്. അപ്പോൾ ആൾക്കാരെ കണ്ണിപ്പെടും വാങ്ങാൻ. ഇപ്പോൾ അത് കണ്ണിപ്പെടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ പിയും കൂടില്ലേ? പ്രൈസ് കൂടുമ്പോൾ ഓവർ ദി ഇയേഴ്സ് പിയും കൂടി വരും, കൂടും. അതാണ് എപ്പോഴും ഒരു സംശയം തോന്നാറ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ പുവർ സെയിൽസ് ഗ്രോത്ത് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഫ്രം 90 to 134.
പ്രോഫിറ്റ് ഇവിടെ നിന്ന് ഇടിയാൻ തുടങ്ങി. 24-ൽ നിന്ന് 44-ൽ നിന്ന് 24-ലേക്ക് വന്നു. ബട്ട് സ്റ്റിൽ പോസിറ്റീവ്. അപ്പം അത്രയാണ് ഈ ഒരു കുറേ ഫാക്ടർ. പക്ഷേ ഇനി നമ്മുടെ കളി ഇവിടെ തീരുന്നില്ല. ഇനിയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അൾട്ടിമാൻ നമ്മൾ കണ്ടു, ജിറാം കണ്ടു, ഗ്രഹാൻ നമ്പർ കണ്ടു, പെട്രോസ്കി കണ്ടു. ഇനി ഏണിങ്സ് മാനിപ്പുലേഷൻ സ്റ്റോക്കിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ബീനി ഷെം സ്കോർ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന്. ഒഹൽസോൺ ഓസ്കോർ എന്ന് പറയുന്ന പ്രഡിക്റ്റ് ബാങ്ക്രപ്സി റിസ്ക് വിയ ലോജിസ്റ്റിക് മോഡൽ വിത്ത് 9 ഫൈനാൻഷ്യൽ വേരിയബിൾസ്. ഇതും ബാങ്ക്രപ്സി ചെക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഫാമ ഫ്രഞ്ച് ഫാക്ടർ സ്റ്റോക്ക് റിട്ടേൺസ് യൂസിങ് മാർക്കറ്റ് റിസ്ക്, സൈസ്, വാല്യുവേഷൻ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടേഴ്സ്. അത് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു സ്കോറാണ്. മാജിക് ഫോർമുല ഗ്രീൻ ബാൾട്ട് റാങ്ക്സ് സ്റ്റോക്സ് ബൈ ഏണിംഗ് yield ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഫോർ ദ വാല്യൂ ആൻഡ് ക്വാളിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ക്യാൻസ്ലിം എന്ന് പറയുന്ന സ്കോറുണ്ട്. ഐഡൻറ്റിഫൈ ഹൈ മൊമെൻറ്റം ഗ്രോത്ത് സ്റ്റോക്സ് യൂസിങ് ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ ക്രൈറ്റീരിയ. ഡൂപോണ്ട് അനാലിസിസ്, ഇതൊരു ഫേമസ് അനാലിസിസ് ആണ്. ബ്രേക്ക് ഡൗൺ ROE ഇൻറ്റു പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ ആൻഡ് ക്വാളിറ്റി മൾട്ടിപ്ലയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലുണ്ട്, DDM, വാല്യൂ സ്റ്റോക്സ് ബേസ്ഡ് ഓൺ ഡിസ്കൗണ്ടഡ് ഫ്യൂച്ചർ ഡിവിഡൻസ്. ഇത് ജി ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടത്. ഇങ്ങനെ ഒരുപാട് സ്കോർസ് ഉണ്ട്. ഇനി നമ്മൾ അത്യാവശ്യം നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന വാല്യൂസ് കിട്ടുന്ന സ്കോർസ് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഡൂപോണ്ട് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഡൂപോണ്ട് ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഡൂപോണ്ടില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്ക്രീനറിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് കിട്ടുന്ന ഇത് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. എനി ഡൗട്ട് എക്സെപ്റ്റ് ജെറി? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ പണ്ടൊരു റെയിൽവേന്റെ ഒരു സ്റ്റോക്ക് എടുത്ത് ഓർമ്മ ഉണ്ടോ? ജോബിക്ക് ഒരു 15 ഉറുപ്പ്യ എന്തോ വില ഉള്ള റെയിൽവേയുടെ എന്തോ ആണെന്ന് പറഞ്ഞു. അതിനിട്ട് പിന്നെ അത് കുറെ കുറഞ്ഞു. അരിക്കച്ചവടം. ആ, പക്ഷെ എന്നിട്ട് ഇത്രയൊക്കെ അറിയണ ജോബി അതിലെങ്ങനെ പെട്ട്? അതാ ഷോർട്ട് ടൈമിലല്ലേ നമ്മൾ എടുത്തത്. ജസ്റ്റ് അത് സിങ്ങിന് വേണ്ടിയിട്ട് അത് ആ, യൂസ് അടിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഷോർട്ട് ടൈം ഗെയിമിന് വേണ്ടി എടുത്തല്ല. അല്ല നമ്മൾ ലോങ് ടൈമിനൊന്നും അല്ല എടുത്തത്. ഓക്കെ ഓക്കെ. പക്ഷെ തിരിച്ച് ആ സ്കോർ വരികയും ചെയ്തു. ഞാൻ താഴെ പോയി ഇറങ്ങി 15 വാങ്ങി 8 പോയി ഇറങ്ങി അതെ അതെ, അത് പിന്നെ വന്നു. തിരിച്ച് 15 വരികയും ചെയ്തു. അതെ, നമ്മൾ വിറ്റപ്പോ അത് കറക്റ്റ് ആണ്. അതെ, ഓക്കെ ഓക്കെ. അതൊക്കെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലേ ഉള്ളതാണ്. അതൊക്കെ ചെറിയ സ്മാൾ ക്യാപ്പ് അല്ലേ. അതൊക്കെ നമ്മൾ ചുമ്മാ ഒരു ഇതിന് എടുക്കുന്നതല്ലേ. നമ്മൾ വല്ല നോക്കിയിട്ടാണ് എടുക്കുന്നത്. യൂസ് അടിക്കുന്ന കണ്ടിട്ട് എടുക്കുന്നതല്ലേ. ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള 10,000, 20,000, 50,000 എടുക്കുന്ന അല്ലേ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കുമ്പോൾ ഇതെല്ലാം ഫാക്ടേഴ്സും ചെക്ക് ചെയ്തിട്ട് അവർ കോടിക്കണക്കിന് രൂപയല്ലേ ഇടുന്നത്. അവരെങ്ങനെ തിരിഞ്ഞാലും 20% അല്ലെങ്കിൽ 12% മിനിമം അവർക്ക് കിട്ടും ഒരു വർഷം. അത് ഉറപ്പാക്കിയിട്ടേ അവർ ഇടത്തുള്ളൂ. അപ്പം അവരിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ആ ഡ്രീം ഫോക്സ് എന്ന് പറഞ്ഞത് സ്റ്റോക്ക് എങ്ങനെയുണ്ട്? അതൊരു മോണോപോളിയാന്ന് പറഞ്ഞ് വായിച്ചു. ഈ എയർപോർട്ട് എയർപോർട്ട് ലോഞ്ചിൽ അത് ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നു. പക്ഷെ കുറേ നാള് അത് പൊങ്ങി വന്നു. പിന്നെ അത് താണ വീണെന്ന് തോന്നുന്നു. താഴെ കിടക്കണേ ഇരിക്കുകയാണ്. ഇപ്പൊ അത് വലിയ മൂവ്മെന്റ് ഇല്ല. എനിക്ക് തോന്നുന്നു അവരുടെ ഫൈനാൻഷ്യൽ മോശമാണെന്ന് തോന്നുന്നു. 12 ബുക്ക് വാല്യൂ ഫൈനാൻഷ്യൽ. ജോബി ഇപ്പൊ അവിടെ തിരക്കിലായി. ഇനി എപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ടുള്ള ഒരു വരവ് മല്ലൂസിലേക്ക്? പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ അവിടെ. ഇല്ല. ജെറിന് മാത്രമല്ല ഉള്ളു. അപ്പൊ അതെ, ജെറീൻ അതിന് പോയില്ല. ഇപ്പൊ അത് കേക്കാൻ ജെറീൻ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ ജെറീൻ? ഞാനിവിടെ ഉണ്ട്. ആ, ജെറീൻ കേട്ടില്ലേ? ഓക്കെ ഓക്കെ. ജെറിൻ അവിടെ ഉണ്ടല്ലോ, പിന്നെന്ത് വേണം? എന്റെ ഒരു അഭിപ്രായത്തിൽ ജോബി ചേട്ടൻ UK ഉള്ളപ്പോൾ ഗ്രൂപ്പിൽ വരണ്ട. പുള്ളി ഇങ്ങനെ ഈ എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് അടിച്ചിട്ട് ചലഞ്ചിൽ ഫസ്റ്റ് അടിച്ചിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം നമ്മളൊന്നും ചലഞ്ച് ഫസ്റ്റ് അടിക്കാത്തവരൊക്കെ അതിനകത്ത് നിന്നിട്ട് കാര്യമുണ്ടോ?
ഓ അത് ശരി. അപ്പൊ പിന്നെ അവിടെ ആകെ 5-6 ആൾക്കാരെ ഉണ്ടാവുള്ളൂ മല്ലൂസില്. ലുലുവും ജെറിനും രമ്യയും മനോജും മാത്രമേ ഉണ്ടാവുള്ളൂ അവസാനം. അല്ലേ ഗീത? ഗീത അതെ അതെ, ഞാൻ പിന്നെ ഇടാറില്ല ചാലഞ്ചില്. ആ ഇടാറില്ലാത്ത പുറത്താക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേ പറഞ്ഞിട്ടുണ്ട് പുറത്താക്കരുതെന്ന്. അപ്പൊ ജോബി താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് ലെഫ്റ്റ് ചെയ്യും. എനിക്ക് 5 o'clock ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. ജെറിനുണ്ട് ഇവിടെ. പിന്നെ ഞാനിവിടെ എല്ലാവരും ഏൽപ്പിച്ചിട്ട് ജോബിനെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ലെഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ താങ്ക് യു. താങ്ക് യു. ജോബി ചേട്ടാ, ആ പറഞ്ഞോ. യുകെയിലെത്തിയില്ലേ? അവിടെ ഓംലേറ്റ് ആയിട്ട് തുടങ്ങിയോ? ആ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ഇനി ഗ്രൂപ്പിലേക്ക് വരണ്ട. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ആ സ്ക്രീനർ എടുത്തിട്. എന്റെയോ? ആ എക്സ്പ്ലെയിൻ ചെയ്യും എന്റെ സ്ക്രീനർ. ഞാൻ ഓഫീസിലാണ്. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാനും പോവാണ് കേട്ടോ, നിങ്ങൾ സംസാരിക്കൂ. ഇല്ല ഓക്കെ, ഞാൻ താങ്ക് ഓക്കെ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഞാനും ഇറങ്ങുവാണ്. എല്ലാവരും അപ്പം താങ്ക്സ്. അപ്പൊ അവിടെ ഇനി എത്ര ദിവസം ഉണ്ട് യുകെയില്? 1 മാസം. ആണോ? ശരി ശരി, നടക്കട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.